പ്രൈസ് ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാത സമയത്ത് നിങ്ങളോടൊപ്പം ദൈവവചനമായി നിൽക്കുവാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ സമയങ്ങളിൽ നിങ്ങളോടൊപ്പം ചെലവിട്ടതായ ആത്മീയ സമയങ്ങളെ ഓർത്ത്, കർത്താവ് തന്ന ആത്മീയമായ നല്ല കൂട്ടായ്മകളെ ഓർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. സ്തോത്രം. ഡിഫറെന്റ് ടൈം സോണിൽ ഇരുന്നാണ് നമ്മൾ ശുശ്രൂഷ അനുഭവിക്കുന്നത്. സ്തോത്രം. അധികാലത്ത് തുടങ്ങിയ ഒരു ലൈഫാണ് എൻ്റെ. ഇതുവരെ ഉറങ്ങിയിട്ടില്ല. അല്പമായ ഒരു വിശ്രമം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ദൈവജനം പ്രാർത്ഥിക്കണം എന്ന ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുകയാകുന്നു. സ്തോത്രം. ഫിസിക്കലി ബലഹീനത ഉണ്ടെങ്കിലും സ്തോത്രം, ദൈവത്തിന്റെ വചനം ശക്തിയോടെ സംസാരിപ്പാൻ, കർത്താവിനെ ബലപ്പെടുത്തേണ്ടതിന് ദൈവമക്കളെ പ്രാർത്ഥിക്കുക. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഇൻഗ്രേസ് പ്രയർ ഫെലോഷിപ്പിന്റെ പ്രാർത്ഥനകളൊക്കെ നല്ല ഉപവാസവും പ്രാർത്ഥനയും കോൺഫറൻസും ഒക്കെയും നന്നായി നടക്കുന്നവർ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രത്യേകാൽ ബീന സിസ്റ്ററോട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, കുടുംബത്തെ ഓർത്ത് കർത്താവിനെ വാഴ്ത്തുന്നു. പ്രിയപ്പെട്ടവനെ ആരോഗ്യത്തോടെ കാണുവാൻ കർത്താവ് സഹായം ചെയ്തവർ ദൈവത്തെ വാഴ്ത്തുകയാകുന്നു. പ്രാർത്ഥനയിൽ ഓർക്കുവാൻ കർത്താവിനെ സഹായിച്ചിട്ടുണ്ട്. കർത്താവ് നിങ്ങളെ കുടുംബമായി ബ്ലസ് ചെയ്യട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഈ ദിവസം നമ്മൾ ഈ പ്രഭാതയാമത്തിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് കേൾക്കാൻ പോകുന്ന ദൈവ ശബ്ദത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാകുന്നു. ആത്മീയ ചിന്തകൾക്കായി പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 7-ാം വാക്യവും 10-ാം വാക്യവും ഒന്നുകൂടി ഞാൻ പറയാം. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 7-ഉം 10-ഉം വാക്യങ്ങൾ. പ്രഭാതകാലത്ത് നിങ്ങൾ യഹോവയുടെ തേജസ് കാണും. യഹോവയുടെ നേരെയുള്ള നിങ്ങളുടെ പിറുപിറുപ്പ് അവൻ കേട്ടിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ നേരെ. 10-ാം വാക്യം സിസ്റ്റർ. അപ്പോൾ ഇസ്രായേൽ മക്കളുടെ സർവ്വസംഘത്തോടും സംസാരിക്കുമ്പോൾ അവർ മരുഭൂമിക്ക് നേരെ തിരിഞ്ഞു നോക്കി യഹോവയുടെ തേജസ് മേഘത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത് കണ്ടു. യഹോവ നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു സിസ്റ്ററെ. സ്വർഗ്ഗീയ നല്ല പിതാവേ, ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഈ പ്രഭാതയാമത്തിൽ ഞങ്ങളുടെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുകയാകുന്നു. ഞങ്ങളുടെ പാദപീഠത്തെങ്കിൽ സ്തോത്രത്തോടെ ഞങ്ങൾ ഇരിക്കുന്നു. ഞങ്ങൾ കൊതിയോടിരിക്കുന്നു കർത്താവേ. ഓ ഹല്ലേലൂയ. ആമേൻ. നല്ല വാഞ്ചയോടെ ഞങ്ങൾ ഇരിക്കുക. ഞങ്ങളുടെ വചനം ഞങ്ങളോട് സംസാരിക്കണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ വചനത്തിൽ കൂടി സംസാരിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണം എന്ന് അപേക്ഷിക്കുന്നു. കേട്ട് ചൈതന്യപ്പെടുവാൻ, ഞങ്ങളുടെ വചനം കേട്ട് ചൈതന്യപ്പെടുവാൻ ഞങ്ങളെ അങ്ങ് ഒരുക്കിയെടുക്കണമേ എന്ന് അപേക്ഷിക്കുകയാകുന്നു. വിശേഷാൽ ഉപവാസത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ ഞങ്ങളുടെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ശുശ്രൂഷിപ്പാനായിട്ട് എന്നെ ബലപ്പെടുത്തണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കേൾക്കണം പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണം എന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. കർത്താവിനോട് പറഞ്ഞു, ഇന്ന് രാവിലെ ഈ പ്രഭാതത്തിൽ നാം കർത്താവിന്റെ മഹത്വം കാണാൻ പോവുകയാണ്. ദൈവത്തിന്റെ തേജസ് നമ്മൾ കാണാൻ പോയി. എല്ലാവരോടും പറഞ്ഞിട്ട് നമ്മൾ ദൈവത്തിന്റെ തേജസ് കാണാൻ പോവുകയാണ്. സ്തോത്രം. കരഞ്ഞ കിടന്നവരുണ്ട്. ഇന്ന് രാവിലെ ദൈവത്തിന്റെ തേജസ് കാണാൻ പോവുകയാണ്. കണ്ണുനീരോടെ കിടന്നവരുണ്ട്. ദുഃഖത്തോടെ കിടന്നവരുണ്ട്. നെടുവീർപ്പോടെ വിശ്രമിച്ചവരുണ്ട്. ഈ രാവിലെ നിങ്ങൾ ദൈവത്തിന്റെ തേജസ് കാണാൻ പോവുകയാണ്. എൻ്റെ കർത്താവിന്റെ തേജസ് നിങ്ങൾ കാണാൻ പോവുകയാണ്. അടുത്ത സ്തോത്രം 1 മണിക്കൂറുണ്ട്. ബീന സിസ്റ്റർ അല്ലേ? 1 മണിക്കൂറുണ്ടല്ലേ? 1 മണിക്കൂറുണ്ട്. അടുത്ത 1 മണിക്കൂർ ദൈവത്തിന്റെ തേജസ്സിൽ നമ്മൾ മറയപ്പെടാൻ പോകുക. തേജസ് കൊണ്ട് നമ്മൾ മാനിക്കപ്പെടാൻ പോകുക. ക്രിസ്തുവിന്റെ തേജസ് കൊണ്ട് നമ്മൾ സൗഖ്യപ്പെടാൻ പോകുക. ക്രിസ്തുവിന്റെ തേജസ് കൊണ്ട് പുതിയ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു പുതിയ ശുശ്രൂഷ, തേജസ്സേറിയ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുക. സോദരം 2026 പ്രാപിക്കാം. സ്തോത്രം എന്ന് ആരും കരുതിയിരിക്കേണ്ട. 2025 ഈ ദിവസം ഐ തിങ്ക് ഇന്ന് 9th അവിടെ 10th ആണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. ഓ ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളിവിടെ 9th രാത്രിയിലേക്ക് പ്രവേശിക്കുന്നു. സ്തോത്രം. നിങ്ങൾക്ക് 10th തുടങ്ങി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. 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 ഞാൻ ഈ വിഷയങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതും കർത്താവ് എന്നോട് തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും 1-2 മീറ്റിങ്ങുകളിൽ കർത്താവിന്റെ കൃപയാൽ ഈ ഒരു വിഷയം
അവതരിപ്പിക്കുവാൻ കർത്താവിനെ സഹായിച്ചു. സ്തോത്രം. എന്നാൽ വീണ്ടും വീണ്ടും പഠിക്കുമ്പോൾ കർത്താവ് ആ തേജസ്സിന്റെ പുതിയ മാനങ്ങൾ, കർത്താവിന്റെ തേജസ്സിന്റെ പുതിയ മാനങ്ങൾ കർത്താവിനെ കാണിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണമേ. ആമേൻ. ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിന് മനുഷ്യനെ ഉണ്ടാക്കി. പ്രൈസ് ഗോഡ്. അപ്പൻ ദൈവത്തിന്റെ മനുഷ്യനെ കുറിച്ച് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. തന്റെ സൃഷ്ടിയെ കുറിച്ച് ദൈവത്തിനൊരു സ്തോത്രം ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാനിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. കേവലം ഒരു മനുഷ്യനായിട്ടല്ല, കേവലം ഒരു ജഡശരീരം, ജഡ ഒരു അസ്ഥി മാംസവും സ്തോത്രം ഒക്കെ ഉള്ള ഒരു മനുഷ്യനെ മാത്രമല്ല അവിടെ കാണുവാൻ സാധിക്കുന്നത്. ദൈവത്തിന്റെ തേജസ്സും കൂടി കൊടുത്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. അല്ലെ, ദൈവത്തിന്റെ തേജസ്സാ കവർ ചെയ്തത്. യേശുവിന് മഹത്വം. സ്തോത്രം. അതുകൊണ്ട് ആ തേജസ്സിൽ ദൈവത്തിന്റെ തേജസ്സിൽ കവർ ചെയ്ത ആ മനുഷ്യരുടെ നഗ്നതയെ മറച്ചത് ഇവിടുത്തെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളെ കൊണ്ടല്ല. സ്തോത്രം. അവർ നഗ്നരായിരുന്നു, പക്ഷെ അവർ നഗ്നരാണെന്ന് അറിഞ്ഞില്ല. അത്രയ്ക്ക് സ്തോത്രം ബാഹുല്യമേറിയതാണ്, അത്രയ്ക്ക് ശക്തമാണ് ദൈവത്തിന്റെ തേജസ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ. അവർക്ക് പരസ്പരം പഴിയാറാൻ പറ്റുകയില്ല. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആ ഒരു അവസ്ഥയിലായിരുന്നു ആമേൻ ആദമും ഹവ്വയും. ദൈവ തേജസ്സിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം കേട്ടോ. ദൈവ തേജസ്സിന്റെ ഒന്നാമത്തെ പ്രത്യേകത പറയാം. ആമേൻ. സ്തോത്രം. നമുക്ക് തമ്മിലൊരു പരാതിയില്ല, നമുക്ക് തമ്മിൽ കുറ്റം ആരോപിക്കാൻ പറ്റത്തില്ല, അവിടെ പിണക്കമില്ല. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു മെസ്സേജിൽ ഇത് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്ന് ഞാൻ അറിയുന്നില്ല. അവിടെ പകയില്ല, അവിടെ പിണക്കമില്ല, അവിടെ ഒറ്റിക്കൊടുക്കത്തില്ല. എൻ്റെ അടൂർ ഭാഷയെ പറഞ്ഞ അവിടെ പാരവെപ്പില്ല. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി പറയട്ടെ, സോറി, ഈ പ്രഭാതയാമത്തിൽ പറയട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഇടയ്ക്ക് രാത്രി വന്നു പോയാലും ക്ഷമിക്കണമേ, ഞാൻ രാത്രി ഇരിക്കുക, അതുകൊണ്ടാവും. ആമേൻ. സ്തോത്രം. ശ്രദ്ധിക്കണമേ. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവ തേജസ് പകയെ മാറ്റുന്നതാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. എന്ന തേജസ് മാറിക്കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, നീ എനിക്ക് തന്നത് ഉണ്ടോ. സ്തോത്രം. അവിടെ 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 ആരോപണങ്ങൾക്ക് വിധേയപ്പെടുകയാ. ഒരു കുടുംബത്തിൽ ദൈവ തേജസ് ഉണ്ടെങ്കിൽ, ഒരു സഭയിൽ ദൈവ തേജസ് ഉണ്ടെങ്കിൽ അവിടെ പിണക്കമില്ല. സ്തോത്രം. ഈ ദിവസത്തില് ഞാൻ പ്രിയ അഭിഷിക്തിയോട് പറയട്ടെ, കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതിന്റെ ഒരു ആലോചന കയറി വരികയാ. ഇതൊരു ചർച്ച നല്ല കർത്താവിൽ ഞാൻ ശരണപ്പെട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് അത് ദൈവത്തിന്റെ തേജസ്സാകട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. നാം ഇന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നതൊക്കെ എന്താ ലൈവിലൊക്കെ പോകുന്നുണ്ട്, പറയുവാൻ ബുദ്ധിമുട്ടാ. സ്തോത്രം. ഹല്ലേലൂയ. സുവിശേഷം ഉയർന്നിടത്ത് സംഘർഷങ്ങള്. ഓ ഹല്ലേലൂയ. സത്യം വിളിച്ചു പറഞ്ഞെടുത്ത സംഘർഷങ്ങള്. അന്യോന്യം ചെളിവാരി തേക്കുന്നു. എന്നാൽ ഇതൊക്കെ സ്തോത്രം ആ ഒരു വിഷയത്തിലേക്ക് പോകുന്നില്ല, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ 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 പകയോ പ്രയാസങ്ങളോ കടന്ന് വരുന്ന ഇടമല്ല പ്രിയ അഭിഷിക്തഹേ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന അതൊരു ഗ്ലോറിയസ് ചർച്ച. ആമേൻ. ശുശ്രൂഷ. ആമേൻ. മാനുഷിക ശുശ്രൂഷയല്ല, തേജസ്സേറിയ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് ദൈവം ആ ഒരു ചർച്ചിന്റെ ആരംഭം കർത്താവിനോട് കാണിക്കുന്നത്. അതങ്ങനെ തന്നെ തുടരും. എന്നോട് കർത്താവ് ഇങ്ങനെ പറയുന്നു. സ്തോത്രം. തേജസ് നഷ്ടപ്പെട്ടവർ തേജസ് തേടി വരുന്ന ഇടമായി തീരും. എഴുതിയിട്ടുകൊള്ളുക, പ്രാർത്ഥിച്ചുകൊള്ളുക, സ്തോത്രം ചെയ്തുകൊള്ളുക. തേജസ് പോയവർ, മഹിമ പോയവർ, സ്തോത്രം, ദൈവത്തിന്റെ മഹിമ നഷ്ടപ്പെട്ടവർ, ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടവർ, ദൈവിക പ്രകാശം നഷ്ടപ്പെട്ടവർ വെളിച്ചം ചോദിച്ച് വരുന്നൊരു ഇടമായി തീരാൻ പോകുക. വെളിച്ചം ചോദിച്ച് അർദ്ധരാജക എല്ലാവരും പ്രാർത്ഥിക്കണമേ. ഒരു പ്രൊഫറ്റിക്കൽ സ്തോത്രം അന്തരീക്ഷത്തിലേക്ക് കർത്താവിനെ കൊണ്ടുവരികയാ. കഴിഞ്ഞ മീറ്റിങ്ങിലൊക്കെ ഇങ്ങനെ വചനം പറയുകയായിരുന്നു. വചനം പറയാതിരിക്കത്തില്ല. പക്ഷെ ദൂത് പറയുവാൻ എനിക്കൊരു
ഫ്ലോ അല്ലെങ്കിൽ ആ ഒരു ഒഴുക്ക് കർത്താവിന് കിട്ടിയില്ല. ഇത് ആരംഭത്തിൽ ആ ഒരു ഒഴുക്ക് കിട്ടിയവർ ദൈവത്തെ സ്തുതിക്കുകയാ. സ്തോത്ര പ്രിയ അജയങ്ങളെ, പ്രിയ 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 ബീന സിസ്റ്ററെ, നിന്നോട് കർത്താവ് പറയുന്നു, വെളിച്ചം ചോദിച്ച് കാരാഗ്രഹ പ്രമാണി ചാടി വീണതുപോലെ ചിലരെ ചേർത്ത് പിടിച്ചോണം കേട്ടോ. വെളിച്ചം പോയിടത്തുനിന്ന്, വെളിച്ചം നഷ്ടപ്പെട്ടിടത്തുനിന്ന് വെളിച്ചം തേടി നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരും. ദൈവിക വെളിച്ചം അന്വേഷിച്ച് ദൈവിക തേജസ് പ്രാപിക്കുവാൻ, വചനത്തിന്റെ തേജസ് കാണുവാൻ, അത്ഭുതങ്ങളുടെ തേജസ് കാണുവാൻ ചോദിച്ച് അകത്ത് വരും, ചാടി വരും കേട്ടോ, ചാടി വരും. മനഘടകസ്യങ്ങൾ ചാടി വീണു എന്ന് പറയുന്നത്. അന്ധുനാജകസ്യ തേജസ് നഷ്ടപ്പെട്ടാൽ മരണഭീതിയ പ്രകാശം പോയാൽ, കാരാഗ്രഹ പ്രമാണിക്ക് ഉണ്ടായിരുന്ന ഒരു പ്രകാശം, അത് ഭൗതികമായൊരു പ്രകാശമായിരുന്നു, അത് അവനെ വിട്ടു പോയി. അത് അവൻ നഷ്ടപ്പെട്ടു. സ്തോത്രം. ഇപ്പോൾ സ്വർഗീയ പ്രകാശമുള്ളിടത്തേക്ക് അവൻ ഓടി വരികയാണ്. ദൈവത്തിൽ ആത്മാ പറയുന്നു, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സ്തോത്രം വിളികൾ വരും. പ്രതീക്ഷിക്കാത്ത സമയത്ത് വിളികൾ വരും. ഈ രാത്രിയിൽ എങ്ങനെ പോകും ദൈവദാസനെ? ഈ രാത്രിയിൽ എങ്ങനെ അവരിങ്ങോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നു? വിളിക്കണോ, വരണോ? സ്തോത്രം സ്തോത്രം. അഭിഷിക്ത അജയങ്ങളോട് ചോദിക്കും, അച്ചായ സ്തോത്രം, ഇങ്ങനെ വിളിക്കുന്നല്ലോ, അവരെ ഇങ്ങോട്ട് വരുത്തണോ? രാത്രി ഇത്രയൊക്കെ ആയില്ലയോ? സ്തോത്രം. ഭാരപ്പെടേണ്ട. ഇങ്ങനത്തെ അനുഭവങ്ങളിൽ കൂടി ദൈവം എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. സ്തോത്രം. സ്തോത്രം. രാത്രിയുടെ നല്ല യാമത്തില് ഉറക്കം പിടിച്ചിരിക്കുമ്പോൾ ഫോൺ വരുന്നത്, ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. എന്തു ചെയ്യണം? വരണോന്ന് പറയണോ? വരണ്ടാന്ന് പറയണമോ? സ്തോത്രം. നമ്മുടെ കയ്യിൽ ദൈവത്തിന്റെ തേജസ് ഇരിക്കുക. തേജസ് പറഞ്ഞു വിളിച്ചോളുവാൻ. പ്രൈസ് ദി ലോർഡ്. എത്രയോ പേരെ വിടുവിക്കുവാൻ കർത്താവിനെ ബലപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ ഈ പ്രഭാതയാമത്തെ നിങ്ങളോട് ഞാൻ അതൂത് പങ്കുവയ്ക്കുകയാണ്. ചിലര് ചാടി വീഴും, ചിലര് ചാടി വരും. സ്തോത്രം. മരണവെപ്രാളത്തിൽ വരും, മരണവെപ്രാളത്തിൽ നിന്ന് ചാടി വരും. നിങ്ങളുടെയൊക്കെ സമീപത്താണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇവനെ കുണ്ടയം ഭാഗവനെ കാണിക്കുന്നു. എനിക്ക് ഭാഗങ്ങളൊക്കെ അറിയാമെങ്കിലും ഈ സ്ഥലത്തിന്റെ പേര് പെട്ടെന്ന് പരിശുദ്ധാത്മാവെന്നെ കാണിച്ചു. അർദ്ധരാജകഷ്യ വണ്ടി പിടിച്ചു വരും, വണ്ടി പിടിച്ച് അർദ്ധബലഘടകതലാജകസിഹ എന്നോട് പറയുന്നു, അതിന്റെ ആരംഭ ദിവസങ്ങളെ തന്നെ സ്തോത്രം ചർച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്, അത് ആരംഭിക്കുകയാണ്. സ്തോത്രം. നിങ്ങൾ ആരാധന തുടങ്ങിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഇന്ന് ഈ ദിവസം എന്നോട് കർത്താവ് പറയുന്നു, അത് അതിന്റെ ഒരു അധികാരത്തിന്റെ തുടക്കം ഇന്നങ്ങ് ഞാൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് തരിക കേട്ടോ. കുടുംബമായി വണ്ടി പിടിച്ച് വരും. അർത്ഥബലഘടമൻ അങ്ങനെ ഒരു തുടക്കം ഇപ്പൊ കണ്ട തുടക്കമല്ല. സ്തോത്രം. ഇപ്പോൾ കണ്ടത് സ്തോത്രം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അത് ഞാൻ അംഗീകരിക്കുന്നു. സ്തോത്രം. അത് സത്യമാണ്. പക്ഷെ കർത്താവിനോട് പറയുന്നു, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ചർച്ച തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. കർത്താവ് അതിനെ ഇതുവരെ ഇനാഗ്രേറ്റ് ചെയ്തില്ല. പക്ഷെ ഇന്ന് പ്രഭാതയാകുമ്പോൾ തന്നെ ദൈവം അതിനെ അങ്ങ് തുറക്കുകയാ. ജഗഷ് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങി. സ്തോത്രം. അതൊരു ഫാക്റ്റ് ആണ്. സ്തോത്രം. ഞാൻ അതിന് സ്തോത്രം ചെയ്തു. പക്ഷെ ഇപ്പോൾ കർത്താവിനോട് പറയുന്നു, ചർച്ച് വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടം, വിശ്വസിക്കുന്നവരുടെ കൂട്ടം, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. സ്തോത്രം. അങ്ങനെ രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ഓടിച്ച് കയറ്റാൻ പോവുക. ചില കണക്ഷനുകൾ സ്തോത്രം. ഇപ്പോൾ പറഞ്ഞ സ്ഥലവും സ്തോത്രം ദേശം ഭരിക്കുന്ന സ്തോത്രം അവിടുത്തെ ഭരണം നിയന്ത്രിക്കുന്നവരുമായി കണക്ട് ചെയ്ത് എന്നോട് കർത്താവിനോട് പറയുന്നു. സ്തോത്രം. അവിടുത്തെ MLA-യുമായി കണക്ട് ചെയ്ത 2 കുടുംബങ്ങൾ ഈ ഭാഗത്ത് കർത്താവിനെ കാണിക്കുന്നു. സ്തോത്രം 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 സ്തോത്രം. എനിക്കറിയത്തില്ല അദ്ദേഹവുമായി കണക്ട് ചെയ്ത് ആരെങ്കിലും ആ ഭാഗത്ത്, ഈ കുണ്ടയം ഭാഗത്ത് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നോട് പറഞ്ഞു MLA-യുമായി കണക്റ്റഡ് ആയി കിടക്കുന്ന MLA-യുമായി എനിക്ക് അദ്ദേഹവുമായി യാതൊരു വ്യക്തിപരമായ
പരിചയം എനിക്കില്ല. പക്ഷെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട രണ്ട് ഭവനങ്ങളെ കർത്താവ് എന്നെ കാണിക്കുന്നു. സ്തോത്രം. ആമേൻ. സ്തോത്രം. ആമേൻ. ആമേൻ. MLA-യുമായി ബന്ധപ്പെട്ടവരെ കിട്ടുന്നതല്ല നമുക്ക് വലിയ കാര്യം. സ്തോത്രം. രക്ഷിക്കപ്പെട്ടവർ ചേർന്ന് വരുന്നയാ. രക്ഷിക്കപ്പെട്ടവർ ചേർന്ന് വരുന്നത്. അപ്പോൾ ഓർത്തുകൊള്ളുക. ആമേൻ. ആദ്യം മനുഷ്യനോട് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഈ കാണും ഞാൻ സൃഷ്ടിച്ചതിനെയൊക്കെ നിങ്ങൾ അടക്കി ഭരിക്കണം, ബുദ്ധി കൊണ്ടല്ല, തേജസ് കൊണ്ട്. സാധാരണ ഒരു കാലത്ത് ആമീൻ കേരളക്കരയിൽ ആമീൻ സ്തോത്രം ഒരു കൂട്ടം അപ്പച്ചന്മാര് ആമീൻ സ്തോത്രം അത് വിഷപ്പടക്കി ആമീൻ വിയർപ്പൊഴുക്കി ആമീൻ ദൈവ തേജസ് പ്രാപിച്ച് ദൈവം കൊടുത്ത തേജസ്സിൽ മുന്നോട്ട് നീങ്ങി ആമീൻ ഒരു ആമീൻ സ്തോത്രം നല്ല പ്രസ്ഥാനങ്ങൾ ഉണ്ടായി, നല്ല ആരാധനകൾ ഉണ്ടായി, നല്ല കൂട്ടായ്മ ഉണ്ടായി. ആമീൻ പണം വന്നു കഴിഞ്ഞപ്പോൾ, പ്രതാപം വന്നു കഴിഞ്ഞപ്പോൾ, സ്ഥാനമാനങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ തേജസ് അങ്ങ് പോയി. തേജസ് വേണ്ട. തേജസ് പോയെന്നല്ല, തേജസ്സിനെ മറഞ്ഞു. തേജസ് തന്നവൻ, തേജസ് കൊടുത്ത ദൈവത്തെ മറന്നു കളഞ്ഞു. സ്തോത്രവും അല്ല, അവരറിഞ്ഞില്ല തേജസ് പോയത്. ദൈവത്തിന്റെ തേജസ് ഉണ്ടെന്ന് കരുതി വീണ്ടും പ്രസംഗിപ്പാൻ തുടങ്ങി, വീണ്ടും ശുശ്രൂഷിപ്പാൻ തുടങ്ങി. സിംശോന് സംഭവിച്ചതുപോലെ മുമ്പലത്തെ പോലെ എല്ലാം കുടഞ്ഞ് കളയാമെന്ന് കരുതിയൊക്കെ കുടഞ്ഞു നോക്കി. കുടഞ്ഞതല്ലാതെ കെട്ടൊന്നും പൊട്ടിയില്ല. ഇന്നും കുടച്ചിലും പെടച്ചിലും ഒക്കെ ഉണ്ട്, പക്ഷെ കെട്ടൊന്നും പൊട്ടുന്നില്ല കേട്ടോ. സ്തോത്രം. ഇതാ തേജസ് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം. കൊടയും ആടും ചീറ്റും സ്തോത്രം ശാസിക്കും, പക്ഷെ കെട്ടവിടെ കിടക്കും. സ്തോത്രം. പണ്ട് ദൈവകൃപ ഉള്ളപ്പോൾ ആമീസ് ഒന്ന് അനങ്ങിയാൽ മതിയായിരുന്നു. ഓർമ്മയുണ്ടോ? ഹല്ലേലൂയ. സ്തോത്രം. ഇതിൻ്റെ അകത്ത് പഴയ അപ്പച്ചന്മാരും പഴയ തലമുറകളുണ്ടല്ലോ. പെന്റക്കോസ്റ്റിന്റെ ആരംഭത്തെങ്കില് സ്തോത്രം 7 ദിവസം ഒന്നും പോകണ്ടായിരുന്നു, 14 ദിവസം ഒന്നും ഇരിക്കേണ്ട. പ്രശ്നം വരുമ്പോഴേ അത് പൊട്ടിച്ചു കളയുക. സ്തോത്രം. ഇന്ന് സംഭവങ്ങൾ വളരെ മാറിയിരിക്കുക. എത്ര ഉപവസിച്ചിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര കൊടഞ്ഞു കളഞ്ഞിട്ടും ഹല്ലേലൂയ സ്തോത്രം മാറാതിരിക്കുമ്പോൾ ഇന്ന് പ്രഭാതയാമത്തിൽ ഞാൻ ദൈവജനത്തോട് പറയട്ടെ, ഹല്ലേലൂയ സ്തോത്രം. ഈ ദിവസത്തില് ദൈവ തേജസ് കൊണ്ട് ശുശ്രൂഷിക്കുന്ന, ദൈവ തേജസ് കൊണ്ട് ജീവിക്കുന്ന ഒരു ജനത്തെ സ്തോത്രം ഒരുക്കപ്പെട്ട ജനത്തെ ഇന്ന് ദിവസത്തിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ കാണുകയാണ്. ദൈവ തേജസ് കൊണ്ട് ദേശം ഭരിക്കുന്ന, ദൈവത്തിന്റെ തേജസ് കൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന ഒരു കൂട്ടത്തെ ഇന്ന് ദിവസം ഞാൻ പരിശുദ്ധാത്മാവിൽ കാണുകയാണ്. ഞാൻ പുറപ്പാട് ദിവസത്തിലേക്ക് ഞാൻ വേഗത കടന്നു. മിസ്രൈമിൽ നിന്നും പുറപ്പെട്ടതായ ദൈവജനം, സ്തോത്രം. ചെങ്കടല കടന്നതായ ദൈവജനം, സ്തോത്രം. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ 22-ാം വാക്യത്തിൽ കാണുന്നത്, അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിപ്പിച്ചു. അവർ ശൂർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറയിലെത്തിയാറെ മാറയിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല, അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് മാറ എന്ന പേരിട്ടു. അപ്പോൾ ജനം, ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഈ ജനത്തിന്റെ പിറുപിറുക്കുന്നതിന് മുൻപുള്ള പരാതികൾ വരുന്നതിന് മുൻപുള്ളതായ അവസ്ഥ എന്തുവായിരുന്നു? 15-ാം അധ്യായം തന്നെ, പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം തന്നെ 20-ാം വാക്യത്തിൽ, അഹരോന്റെ സഹോദരി മിർയാം എന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്തു. സ്ത്രീകളെല്ലാവരും തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ അവരുടെ പിന്നാലെ ചെന്നു. സ്തോത്രം. ആമേൻ. ഈ ജനത്തിന്റെ പിറുപിറുത്ത ജനത്തിന്റെ ആദ്യത്തെ അവസ്ഥ എന്തുവായിരുന്നു? നൃത്തം ചെയ്തവരായിരുന്നു, പാട്ട് പാടിയവരായിരുന്നു, സന്തോഷിക്കുന്നവരായിരുന്നു. ദൈവവചനത്തിൽ സന്തോഷിക്കുന്നവർ, ദൈവപ്രവർത്തിയിൽ സന്തോഷിക്കുന്നവർ, പ്രവാചകന്മാർ, പ്രവാചകിമാർ. ഇതൊക്കെ തന്നെ അല്ലായിരുന്നു പെന്റക്കോസ്റ്റിന്റെ ആരംഭത്തെങ്കിലും പ്രവാചകന്മാരുടെ ഗണമായിരുന്നു, പ്രവാചകിമാരുടെ ഗണമായിരുന്നു. വചന വെളിപ്പാടുള്ളവരുടെ ഒരു നിര തന്നെയായിരുന്നു. ഇന്ന് പ്രഭാതത്തിൽ പറയട്ടെ, നിങ്ങളെ ദൈവം കണ്ടത് പിറുപിറുക്കുവാനല്ല. ദൈവം നിങ്ങളെ കണ്ടത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അല്ല. ഒരു സ്ഥാനമാനങ്ങളുടെ പിന്നാലെ പോകരുത്, ഒരു സ്ഥാനമാനത്തിന് വേണ്ടി നിൽക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണമേ, പാടിയവർ, നൃത്തം ചെയ്തവർ, തപ്പെടുത്തവർ,
ആമേ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. തപ്പെടുത്തവർ ഒരു കാലത്ത് തപ്പെടുത്തവർ ഇന്ന് കസേരകളെടുത്ത് എറിയ. സ്തോത്രം. ആമേ ഹല്ലേലൂയ. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ആമേ പാടിയവർ, ആമേ നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. പാടിയവർ, പ്രവചിച്ചവർ പറയുന്ന വാക്കുകൾ, ഇപ്പോൾ അവരുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ, ഇതൊക്കെ മുൻകൂട്ടി പറയുക. സ്തോത്രം. തേജസ് നഷ്ടപ്പെടാതിരിക്കുവാൻ കൃപയോടുകൂടെയുള്ളത്, തേജസ് നിലനിൽക്കുവാൻ കൃപയോടുകൂടെയുള്ളത് വാക്കുകളെ ഉണ്ടാകാവേ. ആമേ സ്തോത്രം. ആമേ നല്ല വാക്കുകൾ, രുചിയുള്ള വാക്കുകൾ, ശ്രേഷ്ഠമേറിയത്, ഘനമുള്ളത് മാത്രമേ പറയാകാവേ. മറ്റുള്ളവർക്ക് ആശ്വാസമുള്ളത് നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടാവൂ. പ്രൈസ് ദി ലോർഡ്. നോക്കിയാണ് തപ്പെടുത്തവർ, പാടിയവർ പെട്ടെന്ന് പെറുപെറുവിലേക്ക് കടന്നു വരിക. എത്ര വെറുപെറുത്താലും, ലോകം എത്ര വെറുപെറുത്താലും, നമ്മുടെ പിന്നാലെ നിൽക്കുന്നവർ, നമ്മുടെ കൂടെ നിൽക്കുന്നവർ എത്ര പരാതി പറയാലും മോശയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അവർ പറയുന്നത് എന്നെ കുടിക്കും, ഇത് കയ്പാണല്ലോ, ഇത് മാറയാണല്ലോ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നോക്കുക, എനിക്ക് ആ വാക്കുകൾ, ആ വചനങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടു. നോക്കിക്കേ, ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ വെറുപെറുത്തു, അവൻ യഹോവയോട് അപേക്ഷിച്ചു. കേട്ടോ, ആ രണ്ട് വാക്കുകളൊന്നും കണ്ടോ. ജനം മോശയോട് വെറുപെറുത്തു, മോശ എന്ത് ചെയ്തു? ദൈവത്തോട് അപേക്ഷിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നത്തെ ദിവസം ദൈവജനത്തോട് പറയട്ടെ, ആമേൻ, നമ്മളോട് ആമേൻ പരാതിപ്പെടുന്നവരുടെ നടുവിൽ ദൈവത്തോട് അപേക്ഷിക്കുന്ന ഒരു സ്വഭാവം. പരാതിപ്പെടുന്നവരുടെ കൂടെ പരാതിപ്പെടുവാനല്ല, പ്രയാസപ്പെടുന്നവരുടെ കൂടെ പ്രയാസപ്പെടുവാനല്ല. മോശ പരാതിപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ചേർന്ന് ഒരഭിപ്രായം പറഞ്ഞില്ല. അവരിൽ നിന്ന് വേറിട്ടൊരു സ്വഭാവം അവൻ അപേക്ഷിക്കുവാൻ തുടങ്ങി. സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് പറയട്ടെ, അപേക്ഷിക്കുന്ന ഒരു സ്വഭാവം, സ്തോത്രത്തോട് അപേക്ഷിക്കുന്ന ഒരു സ്വഭാവം. നമ്മുടെ മുമ്പിൽ പരാതികളുമായിട്ട് ആളുകൾ കടന്നു വരും. ഞങ്ങൾക്ക് ഇന്നത് കിട്ടുന്നില്ല, ഞങ്ങൾ ദൈവം പറഞ്ഞ ആലോചന നിവൃത്തിയാകുന്നില്ല, ഞങ്ങൾ ആഗ്രഹിച്ചത് കിട്ടുന്നില്ല, ഇതിനാണോ ഞങ്ങളെ വിളിച്ചത്, ഇതിനാണോ ദൈവമേ ഞങ്ങളെ വിളിച്ചത്, ദൈവം ഇതിനാണോ ഞങ്ങളെ വിളിച്ചത്, ഒക്കെ ചോദ്യങ്ങൾ വരും. സ്തോത്രം. ഇതിനകത്ത് അത് പ്രതീക്ഷിക്കണം കേട്ടോ. സ്തോത്രം. ഞാനും സ്ഥിരം കേൾക്കുന്നുണ്ട്, ഇതാണോ പാസ്റ്ററെ ദൈവം പറഞ്ഞത്, ഇതാണോ ദൈവദാസ, ഇതിനാണോ ദൈവം ഇറങ്ങിയത്, മടുത്തു പാസ്റ്ററെ എന്നൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളങ്ങ് മടുക്കുവല്ല, നമ്മളങ്ങ് അപേക്ഷിക്കുക ദൈവത്തോടൊക്കെ. പിറുപിറുക്കുന്ന ജനത്തിന് നടുവിൽ നിന്നും ദൈവസന്നിധിയിൽ അപേക്ഷിക്കുവാൻ ചെല്ലുന്നൊരു മോശയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നോക്കട്ടെ, ആ മൂന്ന് അടുത്ത വാക്യം കൂടി പറയാം. യഹോവന് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. സ്തോത്രം. കീറുന്ന ജനം അതിന്റെ നടുവിൽ നിന്ന് വേറിട്ട് പോയി അപേക്ഷിക്കുന്ന മോശ, അവനോട് ദൈവം പറഞ്ഞത്, ഞാൻ നിനക്ക് ചിലതൊക്കെ കാണിക്കാൻ പോവുകയാ. സ്തോത്രം. പിറുപിറുക്കുന്നവനല്ല വൃക്ഷം കാണിച്ചു കൊടുത്തത്. സ്തോത്രം സ്തോത്രം. സ്തോത്രം. അതെ, അവിശ്വാസമുള്ളവനല്ല വൃക്ഷം കണ്ടത്, ദൈവത്തോട് അപേക്ഷിച്ചവനാണ് കയ്പുകളെ മാറ്റുന്ന വൃക്ഷത്തെ കണ്ടത്. ഇന്നത്തെ ദിവസം ഈ പ്രഭാതത്തിൽ അപേക്ഷിച്ച് തുടങ്ങട്ടെ. ഇന്നലെ നിങ്ങൾ ഒത്തിരി പരാതി കേട്ടവരല്ലേ, ഇന്നലെ നിങ്ങൾ ഒത്തിരി ചോദ്യങ്ങൾ കേട്ടവരല്ലേ, ഒത്തിരി ചോദ്യങ്ങളെ നിങ്ങൾ ഫേസ് ചെയ്തവരല്ലേ. ഈ രാവിലെ നിങ്ങൾ അപേക്ഷിച്ച് തുടങ്ങിക്കോ. എന്നോട് കർത്താവ് പറയുന്നു, ഇന്ന് തന്നെ ഈ ഡേ തുടങ്ങുന്ന തന്നെ ചില കയ്പുകളെ മാറ്റുവാനാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്നലെ രാത്രി നിങ്ങൾ ചില കയ്പുകൾ കേട്ടു, ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നിങ്ങൾ ചില കയ്പുകൾ കേട്ടു. ഇന്നലെ രാത്രി നിങ്ങൾ കിടന്നത് കയ്പോടുകൂടെയാ. ഇന്നലെ രാത്രി നിങ്ങൾ ഒത്തിരി എന്താ പറയുന്നത്, നിങ്ങൾ ഒത്തിരി അസ്വസ്ഥപ്പെടുത്തുന്ന നിങ്ങൾ ഒത്തിരി പ്രയാസപ്പെടുത്തിയ രാത്രിയായിരുന്നു ഇന്ന്. കഴിഞ്ഞ രാത്രിയിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒത്തിരി പ്രയാസപ്പെട്ടവരെ കർത്താവ് കാണിക്കുന്നു. എന്നാൽ ഇപ്പോൾ തന്നെ നമ്മൾ പ്രാർത്ഥനയിലായിരിക്കുക. ആ വചനത്തിന് മുൻപാകെ ആയിരിക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥനയിലായിരിക്കുക. ദൈവത്തോട് സ്തോത്രത്തോട് അപേക്ഷിക്കുക. ഇന്നലെ പരാതിപ്പെട്ടവർക്ക് ഒരു പരിഹാരത്തിനായി കർത്താവ് നിന്നെ ചിലത് കാണിക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ അത് കണ്ടു തുടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ കണ്ടു തുടങ്ങട്ടെ. ജോർജ് വർഗീസ് ബ്രദറെ, ദൈവത്തിന്റെ ആത്മാവാലോചന പറയുന്നു കേട്ടോ. സ്തോത്രം. ഇന്നലെ പരാതിപ്പെട്ടവർക്ക്, ഇന്നലെ പരിഭവം പറഞ്ഞവർക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിച്ചു തുടങ്ങിക്കോ. ദൈവം ഇപ്പോൾ തന്നെ സ്തോത്രത്തോട് അപേക്ഷിച്ചു തുടങ്ങിയോ. സ്തോത്രം. പ്രിയ സഹോദരൻ ജോർജ് ബ്രദറെ, കർത്താവ് പറയുന്നു, ദൈവം അങ്ങേക്ക് കാണിച്ചു തരാൻ പോകുക. മോശയ്ക്കാ കാണിച്ചു കൊടുത്തത്, പിറുപിറുത്തവർക്കല്ല കാണിച്ചു കൊടുത്തത്. ദൈവം അവന്
യഹോവ അവന് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. സ്തോത്രം. അവൻ അത് വെള്ളത്തിലിട്ടപ്പോൾ ചൂടാറാബാലാബ ശബ്ദൻ കർത്താവ് ഇന്ന് തന്നെ ആമേ സ്തോത്രം ആമേൻ ഹല്ലേലൂയ അങ്ങായിരിക്കുന്ന ദേശത്ത് പറയാം. ജോർജ് ബ്രദറോട് കർത്താവിന്റെ ആത്മാവ് പറയുന്ന അങ്ങായിരിക്കുന്ന ദേശത്ത് കർത്താവ് ഇപ്പോൾ തന്നെ ഒരു പരിഹാരത്തിന് വേണ്ടി ആമേ സ്തോത്രം പരിഹാരത്തിലേക്ക് ആമേസിന്റെ കരത്തെ നീട്ടപ്പെടാൻ പോകുക. ചൂടാറാബാലാബാലാബ ശബ്ദനാറുകൽഖമനഗസിയ അർത്ഥന ദൈവം കാണിച്ചതിലേക്ക് ഇന്ന് ആമ കൈവയ്ക്കാൻ പോകുക. യെസ് ആമേൻ. അവിടെ പറയുന്നത് അവൻ അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. ദൈവം അങ്ങ് കണ്ടിരിക്കുന്നത് ചില കയ്പുകളെ മാറ്റുവാൻ കയ്പോടെ വന്നത് എന്നോട് കർത്താവ് പറയുന്നു ഇന്ന് തന്നെ അത് മധുരമായി തീരും. ഇന്ന് തന്നെ അത് മധുരമായി തീരും. അർത്ഥാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ. ആമേ ദൈവത്തെ ആമേ ഈ മോശയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവൻ ദൈവ തേജസ് കണ്ടവനാ. ആമേസ് അവന്റെ വിവിധ തലങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ആമേസ് അവൻ തീ കണ്ടിറങ്ങിയവനാ. സ്വർഗീയ തീ കണ്ടിറങ്ങിയവനാ കേട്ടോ. ആമേ തീയുടെ മുൻപിൽ ഒരുക്കപ്പെട്ടവനാ. സ്തോത്രം. ഹല്ലേലൂയ. തീയുടെ മുൻപിൽ ആമേസോ ദൈവത്താൽ ഒരുക്കപ്പെട്ടവൻ. അവനറിയാം വിഷയങ്ങളുടെ നടുവിൽ എവിടെ പോകണമെന്ന്. ആമേ പ്രയാസങ്ങളുടെ നടുവിൽ എവിടെ പോകണമെന്നറിയാം. കോടതിയെ സമീപിച്ചില്ല. ആമേ സ്തോത്രം. ജനപ്രതിനിധികളെ പോയി കണ്ടില്ല. വക്കീൽ പോയി കണ്ടില്ല. അവൻ കണ്ടത് ദൈവത്തെയാ. ഇന്ന് രാത്രി ഇന്ന് പ്രഭാതത്തില് ദൈവജനത്തോട് ഞാൻ പറയട്ടെ, ഏത് പ്രതിസന്ധിയുടെ നടുവിലും ദൈവത്തിൻ്റെ ഓടി എത്തുന്നവന് ദൈവം പരിഹാരങ്ങളെ കാണിച്ചു കൊടുക്കും. സ്തോത്രം. അപ്പൊ ഇതാണ് ഇസ്രായേൽ ജനത്തിന്റെ പ്രയാണത്തെ കുറിച്ച് പറയുകയാണ്. നൃത്തം ചെയ്തവർ, പാടിയവർ, പിറുപിറുത്തെങ്കിലും ആമേ സ്തോത്രം ഹല്ലേലൂയ ദൈവിക സമാധാനത്തിൽ നിന്നവൻ, ദൈവത്തോട് ചേർന്ന് നിന്നവൻ ആമേ അവരുടെ പിറുപിറുപ്പുകൾക്ക് പരിഹാരം വരുത്തി, പരാതികൾക്ക് പരിഹാരം വരുത്തി, നെടുവീർപ്പുകൾക്ക് പരിഹാരം വരുത്തി. സ്തോത്രം. ആമേ ജനം മുന്നോട്ട് കടന്നു പോകുക. ആമേ ആമേ സ്തോത്രം ഹല്ലേലൂയ. ഈ 27-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ 15-ാം അധ്യായം പുറപ്പാട് പുസ്തകം 15-ന്റെ 27 കടന്നു വരുമ്പോൾ നമ്മളിവിടെ കാണുന്നത് പിന്നെ അവർ ഏലീമിലെത്തി. എവിടെത്തി? ഏലീമിലെത്തി. സ്തോത്രം. അവിടെ പറയുന്നത് അവിടെ 12 നീരുറവും 70 ഈത്തപ്പനയും ഉണ്ടായിരുന്നു. സ്തോത്രം സ്തോത്രം. ശൂർ മരുഭൂമിയിൽ ഒന്നും ഇല്ലായിരുന്നു. ഉണ്ടെന്ന് കരുതിയത് കയ്പായിരുന്നു. ശൂർ മരുഭൂമി കയ്പായിരുന്നു. പക്ഷെ കർത്താവ് അതിനെ മധുരമാക്കി മാറ്റി. പ്രാർത്ഥിക്കുന്നവനെ കൊണ്ട് തന്നെ ദൈവം അതിനെ മധുരമാക്കി മാറ്റി കേട്ടോ. സ്തോത്രം. ആമേൻ. കർത്താവ് കാണിച്ചു കൊടുത്തത്, ദൈവം ആ വൃക്ഷം കാണിച്ചു കൊടുത്തത്. പക്ഷെ അത് ആ വൃക്ഷത്തിന്റെ ഒരു കൊമ്പ് വെട്ടിയിടാൻ ആര് വേണം? ഒരു മോശ വേണം. സ്തോത്രം. ഹല്ലേലൂയ. വെളിപ്പാട് തരുവാൻ ദൈവമുണ്ട്. പക്ഷെ അതിൻ പ്രകാരം ചെയ്യുവാൻ ഒരു മോശം ഉണ്ടായിരുന്ന പോലെ രണ്ടുപേരോട് ഞാൻ ദൂത് കൈമാറുക. ഒന്ന് കർത്താവിന്റെ ദാസൻ ബദേൽ മാത്യു, 2 ജമ്മു കാശ്മീരിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയ ബിജോയ്, രണ്ടുപേരോട് ഞാൻ ദൂത് കൈമാറുകയാണ്. ദൈവം വെളിപ്പാട് തരും. പക്ഷെ അത് എടുത്തത് അത് പ്രാക്ടിക്കലി കൊണ്ടുവരുന്ന ഒരു മോശയെ പോലെ. ദൈവം വൃക്ഷം കാണിച്ചു കൊടുക്കുകയും ദൈവമല്ല ആ വൃക്ഷം എടുത്ത് അതിന്റെ ചില്ലുകളെടുത്ത് എന്താ അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞൊരു വൃക്ഷം കാണിച്ചു, അതെടുത്ത് വെള്ളത്തിലിട്ടു. ആമേൻ സ്തോത്രം. അത് ദൈവമല്ല എടുത്ത് ഇട്ടത്, അത് പ്രാക്ടിക്കലി കൊണ്ടുവന്നത് മോശ എന്ന് പറഞ്ഞ പോലെ. സ്തോത്രം. ദൈവം എന്ത് കാണിക്കുന്നുവോ അത് ആമേൻ സ്തോത്രം അത് ഡെവലപ്പ് ചെയ്യുന്നൊരു സ്വഭാവം ഇന്ന് പ്രഭാതം നിങ്ങളുടെ മേൽ കൈമാറുകയാണ്. അതാണ് ബുദ്ധിമുട്ട്. വിശ്വാസത്തോടെ ചെയ്യുവാൻ ഞാനത് ചെയ്യും. ദൈവം എന്നെ കാണിച്ചതുപോലെ ഞാൻ ചെയ്യും. ദൈവം എന്നോട് പറഞ്ഞതുപോലെ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. കാണിച്ചു തരിക എന്നുള്ളത് ദൈവത്തിന്റെ സ്വഭാവമാണ്. ആമേൻ. ദൈവത്തിന്റെ ശ്രേഷ്ഠ സ്വഭാവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ദൈവം കാണിച്ചു തന്നതായ ആ സൊല്യൂഷനെ കൈനീട്ടി എടുക്കുക. സ്തോത്രം. അങ്ങനെ വരുന്നു. കൈനീട്ടി എടുക്കുക, കൈനീട്ടി അതിനെ
പ്രാപിച്ചോ. രണ്ടുപേരോട് പറയുന്നു, കൈ നീട്ടി അതിനെ പ്രാപിക്കുക, അതിനെ ആ കൈപ്പിനകത്തോട്ട് ഇട്ടോ. ഒരു സംശയം കൂടാതെ കർത്താവ് പറയുന്നു, ആമേൻ സ്തോത്രം, ഇത് മധുരമായി തീരുമോ, ഇതൊരു വിട്ടുതരായി തീരുമോ? ആമേൻ കഴിഞ്ഞ ദിവസം ഞാൻ USA-ലാണല്ലോ, നിങ്ങൾക്കറിയാം. ഞങ്ങളുടെ വാൾമാർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ആമേൻ ഒരു സെയിൽ നടക്കുന്നില്ല. സ്തോത്രം, ഒരു സെയിൽ. ഇപ്പൊ ഇവിടെ എല്ലാം എല്ലാ ഭാഗത്തോടെ എല്ലാം അങ്ങ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുക. ഒരു സെയിൽ നടക്കുന്നില്ല, കെട്ടിക്കിടക്കുക. ഇത് കണ്ടപ്പോ എനിക്കങ്ങ് ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അകത്ത്. സ്തോത്രം, എന്നോട് കർത്താവ് പറഞ്ഞു, ഇത് മൊത്തം ഇവിടുന്ന് പോകാൻ പോവുക. കർത്താവ് പറഞ്ഞ, എന്റെ മോനെ, ഈ കെട്ടിക്കിടക്കുന്ന മുഴുവനും വിറ്റഴിക്കാൻ പോവാ. അപ്പൊ എന്റെ കൂടെ ഉള്ള എന്റെ ലീഡ് എന്ന് പറയുന്നത് ഒരു മുസ്ലിമാണ്. എന്നോട് കർത്താവ് എന്നോട് പറഞ്ഞു, നീ അത് ഉറക്കെ പറയാൻ പറഞ്ഞു. സ്തോത്രം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഇവരൊക്കെ അത് വിശ്വസിക്കുമോ? എന്നോട് കർത്താവ് പറഞ്ഞു, എന്റെ കരം ഇവിടെ ഉണ്ട്, എന്റെ കരം ഇവിടെ ഉണ്ടെന്ന് നീ കണ്ടത്, അവരല്ല കണ്ടത്, നീ അത് ഉറക്കെ പറയാൻ പറഞ്ഞു. സ്തോത്രം. എന്നോട് ഞാൻ അടുത്ത ചോദ്യം കർത്താവിനോട്, കർത്താവെ മുട്ടുകൂത്തണോ? സ്തോത്രം, എന്തോ ചെയ്യണം? നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ പിന്നെ മുട്ടുകൂത്താൻ അവർ പറഞ്ഞു. എന്നോട് കർത്താവ്, ഞാൻ മുട്ടുകൂത്തണ്ട, ഒന്നുകൂടി നീ കൈ അങ്ങ് വീശിയേക്കാൻ പറഞ്ഞു. സ്തോത്രം. അകത്തോട്ട് കയറി കെട്ടിക്കിടക്കുന്ന സകല സ്തോത്രം സ്റ്റഫുകളെ നോക്കി ഒറ്റ പോർച്ചിൽ കംപ്ലീറ്റ് സെയിൽ. സ്തോത്രം. ഈ മുസ്ലിം എന്നെ നോക്കി, ഇവൻ എന്തുവായി പറയുന്നത്? കൂടെ ഉള്ളവർക്ക് ചിരിക്കുക. പറഞ്ഞത് ഇത് നടക്കത്തില്ല. ഞാൻ പറഞ്ഞു, I am a man of God. സ്തോത്രം. I am a man of God എന്ന് പറഞ്ഞാൽ അവന് മനസ്സിലാകത്തില്ല. അവൻ ആ കൂടെ അറിയാവുന്നത് ക്രിസ്ത്യാനികളെ ആ കൂടെ ഹല്ലേലൂയ പറയുന്നവരാ. അപ്പൊ മിക്കവാറും ഹല്ലേലൂയ പറഞ്ഞെ കളിയാക്കും. സ്തോത്രം. ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ ഹല്ലേലൂയ പറയുന്ന ആളാ, അതുകൊണ്ട് ഇത് മൊത്തം പോകുമെന്ന് പറഞ്ഞു. സ്തോത്രം. ഞാനിത് പറഞ്ഞ് 12 മണിയായപ്പോൾ ഞാൻ ലെഫ്റ്റായി. ഏർലി മോർണിംഗിന് പോകുന്നയാ. 12 മണിയായപ്പോൾ ഞാൻ ക്ലോക്ക് ഔട്ടായി. അടുത്ത ദിവസം ഞാൻ ജോലിക്ക് ചെന്നപ്പം എന്നോട് ഇവൻ ചോദിച്ചത്, നീ എന്തോ മന്ത്രവാദമാണ് ചെയ്തതെന്ന്. അവന് മന്ത്രവാദമേ അറിയത്തുള്ളൂ. അതിനോട്, നീ എന്താ പണിയാ കാണിച്ചത്? നീ ഇവിടെ എന്തോ മന്ത്രപ്പണിയാ കാണിച്ചത്? നീ എന്നാ പരിപാടിയാ കാണിച്ചത്? ഞാൻ പറഞ്ഞു, ഇത് മന്ത്രവാദമല്ല, ഇത് ഹല്ലേലൂയയുടെ പവറാ. സ്തോത്രം. ആമേൻ. അങ്ങനെ സംഭവിച്ചിട്ടില്ല അവിടെ. ആമേൻ. 2 മണിക്കൂർ കൊണ്ട് അവിടെ ഞങ്ങളുടെ സ്റ്റോറിൽ നടന്നത് എനിക്കറിയത്തില്ല. ഡോളറിന്റെ കണക്ക് പറയാൻ എനിക്ക് അറിയത്തില്ല. സ്തോത്രം. അവർ പറഞ്ഞു, ഇങ്ങനെ ഒരു സെയില് നടക്കുമെന്ന് ഞങ്ങൾ കരുതിയതല്ല. സ്തോത്രം. പ്രൈസ്. ഇവിടെ നമ്മുടെ നാട്ടിലെ ഓണം, ക്രിസ്തുമസ് ഒക്കെ കടന്നു വരുമ്പം ഒത്തിരി തുണിത്തരങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി വിറ്റഴിക്കുമല്ലോ. അതുപോലെ ഇവിടെ ഇതുപോലെ സ്റ്റഫുകൾ ഇതുപോലെ വാങ്ങിക്കൂട്ടും. സ്തോത്രം. പക്ഷെ ഒന്നും സെയിലാകത്തില്ല. ആരുടെ കയ്യിൽ പണമില്ല. ഇവിടുത്തെ സ്ഥിതി, മനുഷ്യന്റെ കയ്യിൽ പണമില്ല. ഇവിടെ ആരുടെ കയ്യിൽ പണമില്ല. സ്തോത്രം. പക്ഷെ എന്റെ ദൈവമാരാ. സ്തോത്രം. ഞാൻ എന്റെ കർത്താവിനോട് ഇത്രേ പറഞ്ഞു, എനിക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് ജോലി ചെയ്യണം. സ്തോത്രം. കർത്താവ് പറഞ്ഞ ഒറ്റ വഴിയുള്ളത് മൊത്തം വിറ്റഴിക്കാൻ പോകുക. ഇന്ന് അത് പറയാനുള്ള, അതാണ് പറഞ്ഞത്, ദൈവം കാണിച്ചു തരും. നമ്മൾ മിണ്ടാതിരിക്കരുത്. നമ്മൾ അതിനുവേണ്ടി അങ്ങ് ഇറങ്ങണം. സ്തോത്രം. അല്ലെങ്കിൽ ഇത് നിങ്ങളെ മനസ്സിലാക്കാനാ പറഞ്ഞത് കേട്ടോ. ബിജോയ് ബ്രദറെ, ആമേ സ്തോത്രം. പ്രിയ മാത്യു ബ്രദറെ, ആമേ, കർത്താവ് പറയുന്നത് അങ്ങ് പ്രാക്ടിക്കലാക്കണം. പ്രാക്ടിക്കലാക്കണം. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ചൂടാറാതാരാപ ശബ്ദന. ആമേ. ദൈവം മോശയ്ക്ക് കാണിച്ചു കൊടുത്തു. മോശ അത് ആ മാറയിലേക്ക് അതിനെ അങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയതുപോലെ ചൂടാലാതല ചില കയ്പുകളുടെ മേൽ അപ്ലൈ ചെയ്ത് തുടങ്ങിക്കോ. അഗതല ഹദുന റബൽ ഖഡമന ഹബ്ദുന ശംധന റിഗൽ ഖമന ദുനാജഗസിയ ഹൂഡർമാന ശംധൻകാര ശമഖമ റധനമന. എന്നോട് ദൈവത്തിൻ്റെ പറയുന്നു, ഈ രണ്ട് വ്യക്തികളെ നോക്കി ദൈവത്തിൻ്റെ പറയുന്നു, നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഒരു പുറപ്പാടുണ്ട്. നിങ്ങൾക്കാണോ, നിങ്ങളുമായി കണക്റ്റഡ് അറിയത്തില്ല. ആമീസ് മുടങ്ങിക്കിടന്ന ഒരു പുറപ്പാടുണ്ട്. ബിജോയ് ബ്രദറെ, ആമീസ് സ്തോത്രം. ബിജോയ് ബ്രദറെ, മുടങ്ങിക്കിടന്ന ഒരു പുറപ്പാടുണ്ട്. അധുനാജകസിയ 7 മാസം മുമ്പ് മുടങ്ങിപ്പോയത് ഇന്ന് ഞാൻ യേശുവിന്റെ നാമത്തിൽ തുറന്നിരിക്കുക. 7 മാസം മുമ്പ് ബിജോയ് ബ്രദറെ, 7 മാസം മുമ്പ്
കയ്പായി തീർന്ന, അടഞ്ഞ് കയ്പായി പോയതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നസ്രായന യേശുവിന്റെ നാമത്തിൽ ഞാൻ തുറന്ന് അങ്ങയുടെ കരങ്ങളിലേക്ക് തരികയാ. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ അഭിഷിക്തയെ ഒരു വലിയ നന്മ പ്രാപിക്കാൻ ഒരുങ്ങിക്കോ. പ്രിയ ബിജോയ് ബ്രദറിന്റെ കയ്യിൽ നിന്ന് വലിയൊരു നന്മ കിട്ടാൻ പോവാ. സ്വത്രം 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 സ്വത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നുകൂടി പറഞ്ഞ 7 മാസം മുൻപ് സ്തോത്രം കേട്ട ഒരു വാക്ക് നിമിത്തം കയ്പായി പോയി. അതേ വിഷയത്തിൽ കർത്താവിനോട് പറയുന്നു, ദൈവം നിന്നെ സ്തോത്രം മധുരമാക്കുകയാണ്. എന്നോട് ഇങ്ങനെ കർത്താവ് പറയുന്നത്, നിന്നെ കയ്പാക്കിയ വിഷയത്തിന് മേൽ ഞാൻ ഇന്ന് ജീവവൃക്ഷത്തെ പകരുകയാണ്. പ്രിയ ബിജോയ് ബ്രദറെ, അങ്ങേക്ക് കിട്ടിയ മധുരം സ്തോത്രം അങ്ങയുടെ ജീവിതം മധുരമാക്കിയതിന്റെ റിസൾട്ട് ഇൻഗ്രേസിലോട്ട് വരും കേട്ടോ. ചമന റമണ്ടകഥന അർത്ഥമൻ തുക ഞാൻ പറയുന്നില്ല, അത് ഞാൻ പിന്നീട് ബിനസോട് ഞാൻ പറയാം. സ്തോത്രം സ്തോത്രം. ഒരു വലിയ നന്മ ബിജോയ് ബ്രദറിൽ കൂടി ഉണ്ട്. അതുപോലെ വലിയൊരു മധുരമാ, അതുപോലെ വലിയൊരു കയ്പായിന്ന് കർത്താവ് മാറ്റുന്നത്. അർത്ഥാരാപാരാപസ്യം മടങ്ങി വരികയാ. സ്തോത്രം. അപ്പൊ ശൂർമരുഭൂമി സ്തോത്രം കയ്പായിരുന്നെങ്കിലും മാറയായിരുന്നെങ്കിലും ദൈവമേ എന്തിനായി ശൂർമരുഭൂമിയിൽ കൊണ്ടുവന്നത്? എനിക്ക് കാണിക്കണം മാറ എങ്ങനെ മധുരമായി തീരുന്നതെന്ന്. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ മാത്യു അങ്കിളേ, ബദൽ മാത്യു അങ്കിളെ, എന്തിനാ ദൈവമേ എനിക്ക് ശൂർമരുഭൂമിയിൽ കൊണ്ടുവന്നത്? കർത്താൻ ഒറ്റ മറുപടിയേ ഉള്ളൂ, എനിക്ക് ഞാൻ അതിനെ മധുരമാക്കുന്നത് എനിക്ക് അങ്ങയൊന്ന് കാണിക്കണം. സ്തോത്രം. ഇതാ ശൂർമരുഭൂമി. എന്നാൽ സ്തോത്രം ഏലീമിലെ പ്രത്യേകത ഞാൻ അങ്ങ് പറയാം. സ്തോത്രം. ഹല്ലേലൂയ. ഇത് 4 പേരോടാ കേട്ടോ. ഏലീമിലെ പ്രത്യേകത, ശൂർ മരുഭൂമിയിലെ പരാതിയില്ല, ശൂർ മരുഭൂമിയിലെ മാറയില്ല. സ്തോത്രം സ്തോത്രം സ്തോത്രം. അലക്സ് ആൻഡി, സ്തോത്രം. ഡോക്ടർ റീന ഫിലിപ്പ്, സ്മാരാദാഗ ജഗദമ സിസ്റ്ററെ, സ്മാരാസ്മാനാഗ സംദന, ജയ സജി ജുവൽ, USA, ഈ 4 പേരോട് മറന്നു പോകരുത്. സ്തോത്രം. ഡേസി ആൻഡി, റീന ആൻഡി, സ്തോത്രം. ജഗദമ സിസ്റ്റർ, USA എന്ന് ജോയിൻ ചെയ്യിക്കുന്ന ജയ സജി, സ്തോത്രം. 4 പേരോട് ഞാൻ പെട്ടെന്ന് ദൂത് കൈമാറുക. ശൂർ മരുഭൂമി മാറയും പരാതിയൊക്കെ ആയിരുന്നെങ്കിൽ ഏലീം പരാതിയുടെ അല്ല. ഏലീമിന്റെ പ്രത്യേകത, പിന്നെ അവർ ഏലീമിലെത്തി. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ഈ 15-ാം അധ്യായത്തിൽ 26 അവസാനിക്കുന്ന എങ്ങനെയെന്നറിയാമോ? ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളി ചെയ്തു. രാമേ പറയാമോ? ഈ 4 പേര് രാമേ പറയാമോ? ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന. അങ്ങനെയെങ്കിൽ ശൂർ മരുഭൂമിയിൽ കയറി പിടിച്ച രോഗങ്ങളൊക്കെ അഴിഞ്ഞു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ശൂർ മരുഭൂമി കയ്പ്, ആ മാറയ്ക്കകത്ത് ഒളിഞ്ഞു കിടന്ന രോഗങ്ങൾ ഉണ്ടായിരുന്നു. ആ മാറയ്ക്കകത്ത് മറഞ്ഞു കിടന്ന ചില മെന്റൽ ഡിപ്രഷനുകൾ ഉണ്ടായിരുന്നു. ആ മാറയ്ക്കകത്ത് എന്നോട് കഥ ഈ 4 ഭവനങ്ങളെ നോക്കി പറയുന്നു, ചില ഡിപ്രഷനുകൾ മാറുന്ന ശൂരിലേക്ക് ഇന്നത് അവസാനിക്കുക. അർത്ഥാരാജ ഭൗഷാനാഥ, നിങ്ങൾ എന്തെങ്കിലും മെഡിസിനുകൾ എടുക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. നിങ്ങളുടെ വീട്ടിലുള്ളവര് ഏതെങ്കിലും മെഡിസിനുകൾ എടുക്കുന്നോ അറിയത്തില്ല. അർത്ഥാരാപശാന്തനെ കർത്താവ് പറയുന്നത് എന്തോ ചില അസ്വസ്ഥതകളെ എന്താ ചില മാനസിക വെല്ലുവിളികളെ സ്തോത്രം. ശൂർ മരുഭൂമി രോഗം തന്നതാ. ശൂർ മരുഭൂമി രോഗത്തിൽ കൈപ്പേറിയ രോഗവിഷയങ്ങൾ, ശരീരം വലിഞ്ഞുറങ്ങുന്നത് പോലെ നിങ്ങളെ സംബന്ധിച്ചാണോ, നിങ്ങളുടെ ഭവനത്തിലുള്ളവരെ സംബന്ധിച്ചോ, നിങ്ങളുടെ കൂടെ ഉള്ളവരെ സംബന്ധിച്ചാണോ യേശുനാമത്തിൽ വെളിപ്പെട്ട് വരട്ടെ ചില വലിഞ്ഞു മുറുകുന്ന അനുഭവങ്ങൾ. അതിനെ നോക്കി കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയെ. തീർന്നു കേട്ടോ. ഈ 4 കുടുംബങ്ങളോട് പറയാം, അത് തീർന്നു കേട്ടോ. മാറയുടെ വലിഞ്ഞു മുറുക്കങ്ങൾ മാറുകയാണ്, മാറയിലെ രോഗങ്ങൾ മാറുകയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ശാന്തൻ. സൗഖ്യമായ ജനം, വിടുതൽ പ്രാപിച്ച ജനം. ആമേൻ ആമേൻ ആമേൻ. യേശുവിന്റെ നാമത്തിൽ ആമേൻ സ്തോത്രം. ചില മനസ്സിനെ വലിച്ചു മുറുക്കുന്ന
ഓ തലമുറകളുടെ ആ നിന്റെ ഭവനത്തിലെ കുഞ്ഞുങ്ങളുടെ പിരിമുറുക്കങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. മാറയിൽ നിന്ന് കിട്ടിയ ഷൂർ മരുഭൂമിയിൽ നിന്ന് കിട്ടിയ ചില ഡിപ്രഷനുകളെ, ഷൂർ മരുഭൂമിയിൽ നിന്ന് കിട്ടിയ ചില വെപ്രാളങ്ങളെ, ഷൂർ മരുഭൂമിയിൽ നിന്ന് കിട്ടിയ ചില രോഷ പ്രകടനങ്ങളെ അഴിയട്ടെ. രോഷപ്രകടനങ്ങളെ ഭവനത്തിനകത്ത് സ്തോത്രം ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ കീറാ നിൽക്കുന്ന ആധാരമ ഷൂർ മരുഭൂമിയുടെ അസ്വസ്ഥതകളെ അഴിച്ചു മാറ്റുക. ഈ 4 കുടുംബങ്ങളെ നോക്കി പരിശുദ്ധാത്മാ പറയുന്നു, ഇനി ഷൂർ മരുഭൂമി അല്ല ആരാധന, ഇനി നിങ്ങൾ ഏലീമിലെത്തിയിരിക്കുക. ഈ 4 കുടുംബങ്ങൾ ഏലീമിലെത്തിയിരിക്കുക. അവിടെ എന്തുണ്ട്? 12 നീരുറവും 70 ഈത്തപ്പന. മാറയുടെ കയ്പുകളെ മറക്കുന്ന 12 നീരുറവ. 4 പേരും എഴുതി വെച്ചോ. നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും. അതാ ഈ 12 എന്ന് പറയുന്നത്. ഈ 12 നിങ്ങൾ തമ്മിൽ ഭയങ്കര കണക്ഷനാണ്. ഈ 4 പേരെ വെച്ച് നോക്കുമ്പോൾ, ഈ 4 കുടുംബങ്ങളെ വെച്ച് നോക്കുമ്പോൾ 12 എന്നുള്ളൊരു സംഖ്യ. ഓരോന്നിനും ഓരോ ഉറവ കർത്താവ് കൊടുക്കുക. സ്തോത്രം. നിങ്ങളുടെ വീട്ടിലുള്ള ഓരോരുത്തർക്കും ഓരോ ഉറവ. സ്തോത്രം. ദൈവദൂതന്റെ ആക്യുറസി ഞാനിന്ന് കാണുക കേട്ടോ. സ്തോത്രം. നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അത്രയും പേരെ നോക്കി കഥ പറയുന്നു. 12 നീരുറവ. സ്തോത്രം. അടുത്ത പറയാ 70 ഈത്തപ്പനയും. സ്തോത്രം. ആ കണക്ക് എന്തുവാന്ന് എനിക്ക് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരോഗ്യം ഇല്ലാത്തതിന് ആരോഗ്യം കൊടുക്കുന്ന, പുഷ്ടി ഇല്ലാത്തതിന് പുഷ്ടി കൊടുക്കുന്ന. ആമേൻ സ്തോത്രം. ഡെഫിഷ്യൻസി ഉള്ള ബ്ലഡ് ഡെഫിഷ്യൻസി ഒരു തരത്തിലും ഇംപ്രൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഇന്ന് കർത്താവ് എന്നെ പറയുന്നത് മാറ്റുകയാ. കഴിവില്ലാത്തതിനെ കഴിവ് കൊടുക്കുന്ന ദൈവശക്തി നിങ്ങളുടെ കുടുംബത്തിലേക്ക് വ്യാപരിക്കുകയാണ്. കഴിവില്ലെന്ന് പറയുന്നതിനെ, ഉന്മേഷമില്ലെന്ന് പറയുന്നവനെ ഇന്ന് പ്രഭാതത്തില് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഈ ദിവസം നോക്കി പറയുന്നു, നിന്റെ ജീവിതത്തിൽ ഒരു ഏലിം കൽപ്പിക്കുക. യെസ്. സ്തോത്രം. വേഗം മുന്നോട്ട് പോവുകയാകുന്നേ. ഞാൻ വേഗം മുന്നോട്ട് പോകുക. സ്തോത്രം. ഹല്ലേലൂയ. നോക്കണമേ, ഈ 16-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ, നമ്മൾ 16-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മുടെ കീ വേർഡ് എടുത്തത്, നമ്മുടെ താക്കോൽ വാക്യം എടുത്തത്. 16-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കാണുന്നത്, അവർ ഏലീമിൽ നിന്നും യാത്ര പുറപ്പെട്ടു. ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെട്ടു 2-ാം മാസം 15-ാം തീയതി അവരുടെ സംഘമൊക്കെയും ഏലീമിനും സീനായിക്കും മധ്യയുള്ള സീൻ മരുഭൂമിയിൽ വന്നു. സ്തോത്രം. അപ്പൊ ഏലീം എന്തിനെ കാണിക്കുന്നു? ആൻ ഓയസിസ് ഓഫ് റെസ്റ്റ് ആൻഡ് കംഫോർട്ട്. ഏലീം ആൻ ഓയസിസ് ഓഫ് റെസ്റ്റ് ആൻഡ് കംഫോർട്ട്. സ്തോത്രം. എന്നാ പ്രാവശ്യമാണ് കേട്ടോ. ഇതുവരെ ഇല്ലാത്ത സ്വസ്ഥത കേട്ടോ. ഇതുവരെ ഇല്ലാത്തൊരു സന്തോഷമാണ് ഏലീമിൽ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. എന്ന സീനായി ഇതിനെ കാണിക്കുന്നു. ആമേൻ. എ പ്ലേസ് ടു മീറ്റ് വിത്ത് ഗോഡ് ആൻഡ് റിസീവ് ഹിസ് ലോ. എന്ന് പറഞ്ഞാല് ആമേൻ സീനായിലാണ് ദൈവത്തെ കാണാൻ പോകുന്നത്. ദൈവത്തിൽ നിന്ന് പ്രമാണവും ചട്ടവും മോശമോകാതെ കിട്ടുന്ന സീനായിലേക്കാണ്. സ്തോത്രം. എന്നുകൊണ്ട് പറയാം, ആമേൻ പീസ് ആൻഡ് കംഫോർട്ട്. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ പ്രമാണം, ന്യായപ്രമാണം കിട്ടുക, ഇതിന് രണ്ടിനും ഇടയിലുള്ള സ്ഥലമാണ് സീൻ മരുഭൂമി. സ്തോത്രം. ഈ സീൻ മരുഭൂമിയിൽ എന്ത് സംഭവിച്ചെന്നാണ് നമ്മളിപ്പോ വായിച്ചത്. അവിടെ ജനം കടന്നു വന്ന് ജനത്തിന് ആവശ്യമായി പല ആവശ്യങ്ങൾ കടന്നു. അവരുടെ ജീവിതത്തിൽ വീണ്ടും ആമേൻ. സ്തോത്രം. ബുദ്ധിമുട്ട് കടന്നു വന്നു. അതിന്റെ പിന്നാലെ അവർ മോശയുടെ നേരെ പരാതിപ്പെടുന്നു. ഈ ഒരു അനുഭവത്തില് പിന്നെ നമുക്ക് കാണുന്നത് ആമേൻ. സ്തോത്രം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ കയറുന്ന മോശയാ കാണുവാൻ സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതിനിടയിൽ ഒരു വിഷയം അങ്ങ് പറയട്ടെ. സ്തോത്രം. ദൈവം നമുക്ക് മന്ന തരുമ്പോൾ, ദൈവം നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞു തരുമ്പോൾ, ദൈവം കണക്ക് കൂടാതെ തരുന്നവനാ കേട്ടോ. അളവ് കൂടാതെ തരുന്നവനാ. പക്ഷെ ഇവിടെ ഒരു അളവ് കൊടുത്തിട്ടുണ്ട്.
എത്ര എത്ര എടുക്കണം, എത്ര എത്ര ഒരു ദിവസം എത്ര അനുഭവിക്കാം എന്നൊരു കണക്ക് കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം വരാം, അവൻ അളവ് കൂടാതെ തരുന്നവനാണല്ലോ, പക്ഷെ എന്തിനാ ഈ കണക്ക്? സ്തോത്രം. എന്തിനാ ആ അളവിന്റെ ഒരു നിയമം കർത്താവ് വെച്ച? എന്തിനാ? വേറൊന്നിനുമല്ല, കൊടുക്കാൻ മടിയുണ്ടായിട്ടല്ല ദൈവത്തിന്. സ്തോത്രം. ദൈവം വാരിക്കൊട്ടി കൊടുക്കുന്നവനാ. അനുസരിക്കുമോ ഇല്ലയോ എന്ന് അറിയാനായി ഈ അളവ് വെച്ചിരിക്കുന്നത്. സ്തോത്രം. ഞാൻ എപ്പോഴും ചോദിച്ചത്, ദൈവമേ, ഇഷ്ടംപോലെ അവർക്ക് ഇഷ്ടംപോലെ കഴിക്കാമല്ലോ, എന്തിനാ ഈ അളവ് വെച്ചത്? ദൈവനോട് പറഞ്ഞ, മോനെ, ഈ നന്മയ്ക്ക് ഞാൻ അളവ് വെച്ചത് അവരെന്നെ അനുസരിക്കുമോ ഇല്ലയോ. കർത്താവ് പറഞ്ഞു, ആളൊന്നിനെ ഇടങ്ങഴിയൊക്കെ എടുക്കാവൂ. സ്തോത്രം. ചിലരെന്ത് ചെയ്തു? അവിശ്വസിച്ചു. എന്ത് ചെയ്തു? അവിശ്വസിച്ചു. നാളെ കിട്ടുമോ? ഒരു സംശയം. ഇന്ന് കിട്ടിയത് നാളെ കിട്ടുമോ? സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് കണ്ടത് നാളെയും കാണുമോ? അവര് എക്സ്ട്രാ കോരിയെടുത്തു. അവിടെ പറയുന്നത് അത് ക്രമിച്ചു പോയെന്നാ. ഇപ്പം മനസ്സിലായോ കാര്യങ്ങള്? അധികം കോരിയതെല്ലാം നശിച്ചു പോയത്. നാളത്തെ കാര്യം ഓർത്ത് സംശയിച്ച് എക്സ്ട്രാ വാരിയത് പോയത്. ചില കരുതലൊക്കെ പറയുക, എങ്ങനെയാന്ന് അറിയത്തില്ല പാസ്റ്ററെ, ആ 1000 രൂപ എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. ചിലര് ഞായറാഴ്ച, ഞാനിവിടെ ഒരു ആരാധനയ്ക്ക് പോകാൻ കൊണ്ട് കൊതിക്കുക. സ്തോത്രം. ഒരു സൺഡേ ആരാധനയ്ക്ക് പോകാൻ വേണ്ടി ഞാനിവിടെ സ്ട്രഗിൾ ചെയ്യുക. ഞാൻ സ്തോത്രം. നിങ്ങൾ ചിന്തിക്കും, പാസ്റ്റർ ആരാധനയ്ക്ക് പോകുന്നില്ലയോ എന്ന്. ഞാൻ മാസത്തിൽ 1 or 2 തവണയേ ഉള്ളൂ ആരാധനയ്ക്ക് പോകുന്നത്. സ്തോത്രം. ഞങ്ങൾക്ക് വീക്കെൻഡിൽ വർക്ക് ചെയ്യണം. സ്തോത്രം. സ്തോത്രം. അങ്ങനെ ഒരു കണ്ടീഷനിലാണ് അവരെ കയറ്റിയത്. അവരവിടെ ജോലിക്ക് പ്രവേശിപ്പിച്ചത്. അത് ഞാൻ അറിഞ്ഞില്ല. സ്തോത്രം. ഞാനത് എന്ത് ചെയ്യുന്നറിയാമോ? 12 മണിക്കൂർ, ഏകദേശം 10 മണിക്കൂറോളം ചെയ്യേണ്ടുന്ന ജോലി ഞാൻ 5 മണിക്കൂർ കൂടി ഞാൻ ചെയ്യും. 5 മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർത്തിട്ട് ഓടിപ്പോകും ആരാധനയ്ക്ക്. സ്തോത്രം. എങ്ങനെയെങ്കിലും ഓടിപ്പിടിച്ചു പോകും. സ്തോത്രം. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സിലൊന്നും ആയിരിക്കത്തില്ല പോകുന്നത്. വർക്ക് ചെയ്യുന്ന സ്ഥലത്തിലെ ഡ്രസ്സ് തന്നെ ആയിരിക്കും പോകുന്നത്. സ്തോത്രം. എനിക്ക് ദൈവത്തെ ആരാധിച്ചാൽ മതി. ഡ്രസ്സ് ഒരു വിഷയമല്ല സമയത്ത്. സ്തോത്രം. ജീസസ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മുടെ നാട്ടിൽ ആരാധനയ്ക്ക് സൗകര്യം ഉണ്ടായിട്ട് ഞായറാഴ്ചയും വണ്ടി ഓടിച്ച് പൈസ ഉണ്ടാക്കുന്നവരുണ്ട്. അന്നുണ്ടാക്കുന്ന പൈസ എല്ലാം ക്രമിച്ചു പോകും കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം പറയുന്നതിനപ്പുറം, ദൈവം തരുന്നതിനപ്പുറം, ദൈവം അനുവദിച്ചതിനപ്പുറം, ഇത് ആർക്കാന്ന് എനിക്കറിയാം. ദൈവം അനുവദിച്ചതിനപ്പുറം ദൈവത്തിന്റെ കരുതലിനെ സംശയിച്ചിട്ട് നമ്മൾ എന്തിനെങ്കിലും പുറപ്പെട്ടാൽ അത് നമുക്ക് പ്രയോജനപ്പെടത്തില്ല. സ്തോത്രം. ഇവിടെ ദൈവജനം ദൈവത്തെ സംശയിച്ചു. ഇന്ന് തന്ന ദൈവം നാളെയും തരുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് തന്ന ദൈവം നാളെയും തരുവാൻ സർവശക്തനാണ്. ഇന്ന് പോറ്റിയ ദൈവം നാളെയും പോറ്റുവാൻ സർവശക്തനാണ്. യേശുവിന് മഹത്വം, യേശുവിന് മഹത്വം. സ്മാരാധാലാപ ശബ്ദന. ദൈവത്തിന്റെ പരിപാലനത്തെ സംശയിക്കരുത്. ദൈവത്തിന്റെ കരുതലിനെ സംശയിക്കരുത്. സ്തോത്രം, സ്തോത്രം. അല്ലാതെ നമ്മൾ നീങ്ങുന്നതെല്ലാം പരാജയപ്പെട്ടു പോകും. സ്തോത്രം. ജനം അധികം എടുത്തു. പക്ഷെ അത് അവർക്ക് അടുത്ത ദിവസം ആസ്വദിക്കാൻ പറ്റിയില്ല. പലപ്പോഴും നമ്മൾ അധികമായി പ്രാപിക്കുന്നത് മനുഷ്യബുദ്ധിയിൽ, മാനുഷിക ജ്ഞാനത്തിൽ പ്രാപിക്കുന്നതൊക്കെ നമുക്ക് പ്രയോജനപ്പെടാതെ പോകുന്നത് ഈ ദൈവം നാളെയും കരുതുമോ എന്നുള്ള സംശയമാണ്. എന്നാൽ സ്തോത്രം, ദൈവം മറ്റൊരു കാര്യം പറഞ്ഞു. ശാബത്ത് ദിവസം സ്തോത്രം, സ്വസ്ഥതയുള്ള ദിവസം വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, അളവൊന്ന് മാറ്റിക്കോ, അല്പം കൂടുതൽ എടുത്തോ. സ്തോത്രം. അപ്പൊ ചില വിദ്വാൻമാരുണ്ട്, തലേന്ന് എത്ര എടുത്തോ അത്രയുമേ എടുത്തുള്ളൂ. എന്നിട്ട് പറയും നാളെയും കിട്ടുമല്ലോ. കർത്താവ് പറഞ്ഞു ഇന്ന് ശരിക്കും എത്ര എടുക്കാമോ അത്ര എടുത്തോളാൻ പറഞ്ഞു. സ്തോത്രം. കണക്കൊക്കെ പറഞ്ഞു. അവർ വിചാരിച്ചു, ഞങ്ങൾ ഇതുവരെ കണ്ടത് എന്തുവാ? നാളെയും കിട്ടും. സ്തോത്രം. അത് അടുത്ത കാലത്ത് പോയപ്പോ വല്ലതും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ 2 രീതിയിലാണ് അനുസരണക്കേട്. ഒന്ന്, ദൈവം നാളെ തരത്തില്ല, നാളെ ദൈവം കരുതത്തില്ല. മറ്റൊരു കൂട്ടർ ചിന്തിച്ചത് ഇന്ന് കിട്ടിയത് നാളെ കിട്ടുമല്ലോ. ചില സമയത്ത് ദൈവം പറയും, സൂക്ഷിച്ചു വെക്കാൻ പറയും. ഒരാമയും പറഞ്ഞേ. ഈ കോവിഡ് വരുന്നതിന് മുൻപ് ഞാൻ ആ ടൈമിൽ നാട്ടിലായിരുന്നു.
കോവിഡ് വരുന്നതിന് മുൻപ് എനിക്ക് കർത്താവ് നല്ല ശുശ്രൂഷകൾ തന്നു. സ്തോത്രം. ഹല്ലേലൂയ. വിശ്രമമില്ലാത്ത ശുശ്രൂഷകൾ തന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തൊക്കെ പോകാൻ ദൈവം സഹായം ചെയ്തു. അപ്പം സ്വാഭാവികമായിട്ടും പല കാര്യങ്ങളുണ്ട്. ഞാൻ വന്നു കഴിഞ്ഞാൽ എല്ലാ ചർച്ചകൾക്കും കൊടുക്കും. സ്തോത്രം. എന്നോട് ചെയ്യാൻ മാക്സിമം ചെയ്യും. എന്നോട് കർത്താവ് പറഞ്ഞു, എന്റെ മോനെ, ഇത്തവണ ഞാൻ നിനക്ക് തന്നത് നീ എന്ത് വേണം? സൂക്ഷിച്ച് വയ്ക്കണം. സ്തോത്രം. ദശാംശം കൊടുക്കണം. നീ ചെയ്തു വരുന്നത് പോലൊക്കെ ചെയ്യണം. അതിനപ്പുറം ഒന്നും ചെയ്യരുത്. ഞാൻ പറഞ്ഞു, ഇതെന്തൊരു കൽപ്പനയാ? സ്തോത്രം. ഒരു ഐഡിയയും കിട്ടുന്നില്ല. ദൈവം എന്നോട് പറഞ്ഞു, ഇനിയുള്ള പണം നീ സൂക്ഷിച്ച് വെച്ചോണം. അതും കർത്താവ് എന്നോട് പറഞ്ഞു, വീട്ടിൽ തന്നെ വെച്ചോണം. ബാങ്കിൽ കൊണ്ടിടരുത്. ഞാൻ ദൈവമേ, കൈയിരുന്നാൽ പോകത്തില്ലയോ? സ്തോത്രം. കർത്താവിനോട് പറഞ്ഞു സൂക്ഷിച്ച് വെക്കാൻ പറഞ്ഞു. എന്താ കൃപയാൽ ഒരു മാസമായപ്പോൾ കോവിഡ് കയറി വന്നു. നമ്മുടെ നാട്ടില് കൊറോണ വന്നു. സ്തോത്രം. ATM പോകാൻ പറ്റുമോ? ഇല്ല. ബാങ്കെല്ലാം അടച്ചു പൂട്ടി. പക്ഷെ എന്റെ കൈ പൈസ ഉണ്ടായിരുന്നു. എന്റെ ആവശ്യത്തിനുള്ളതും എനിക്കറിയാവുന്ന അനേക ദേവാസന്മാർ എന്റെ ചുറ്റിനും ഉണ്ടായിരുന്നു. സ്തോത്രം. അവരൊക്കെ വന്ന് ചോദിക്കും, എബിച്ചായ കയ്യിൽ പണമുണ്ടോ? സ്തോത്രം. കയ്യിൽ പണം ഉണ്ടായിട്ട് കാര്യമില്ല, പക്ഷെ കയ്യിൽ പണം വേണമല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. പലരും ആ സമയത്ത് ബുദ്ധിമുട്ടിയപ്പോൾ എന്റെ കർത്താവ് പറഞ്ഞു, നീ കരുതി വയ്ക്കാൻ. സ്തോത്രം. അപ്പം ഇന്ന് രണ്ടാലോചനയാ പറയുന്നത്. ദൈവത്തിന്റെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യരുത്. സ്തോത്രം. ചില സമയത്ത് ദൈവം പറയും സൂക്ഷിച്ചു വയ്ക്കാൻ. നമുക്ക് അതാ അറിയാത്ത. സ്തോത്രം. കർത്താവ് പറയും കൂടുതൽ തരുമ്പോ നമ്മൾ അടിച്ചങ്ങ് പൊളിക്കും. സ്തോത്രം. എന്തെയും ആടിച്ചങ്ങ് പൊളിക്കും. സ്തോത്രം. യേശുവിന്റെ രക്തത്താൽ ചെയ്യും. എന്റെ പിതാവ് ഒരിക്കൽ നാട്ടിൽ കടന്നു വന്നപ്പോൾ ഒരു കുടുംബത്തിന് അല്പം പണം കൊടുത്തു. സ്തോത്രം. അവരുടെ വീടിന്റെ പണിക്കാ കൊടുത്തത്. അവരത് കൊണ്ടുപോയി സ്തോത്രം. കേസുമാമേ, നമ്മുടെ അടൂർ ഭാഷ പറഞ്ഞാൽ അങ്ങ് പൂട്ടടിച്ചു. എന്താ പറയും? പൂട്ടടിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീട് പണിയാൻ കൊടുത്തയാ, പൂട്ടടിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ എന്റെ പപ്പ വീട് ഞങ്ങളുടെ അടുക്കൽ കടന്നു വന്നു. ഒറ്റ മറുപടിയേ ഉള്ളൂ. ഇതിനൊക്കെ ഒറ്റ മറുപടിയേ ഉള്ളൂ. സ്തോത്രം. സൂക്ഷിക്കാൻ അറിയണം. നമുക്ക് സൂക്ഷിക്കാൻ അറിയത്തില്ല. സ്തോത്രം. സൂക്ഷിക്കാൻ അറിയത്തില്ല. ദൈവം തന്നത് ഉപയോഗിക്കാൻ അറിയത്തില്ല. സ്തോത്രം. അപ്പൊ രണ്ട് കാര്യത്തിൽ ദൈവം നമ്മളെ പഠിപ്പിക്കുക. നിങ്ങൾ അറിയേണ്ട ഒരു വിഷയം അത്. ഒന്ന്, ദൈവത്തിന്റെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യരുത്. രണ്ട്, ദൈവം മുൻകൂട്ടി ചിലത് നമ്മൾ പറയും, അത് നമ്മൾ കരുതി വെച്ചിരിക്കണം. കേട്ടോ? സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയും വിടുതലുണ്ടല്ലോ. നോക്കുക, ഇതാണ് സീൻ മരുഭൂമിയിൽ ജനത്തിന് ഇറച്ചി വേണം. സീൻ മരുഭൂമിയിൽ ജനത്തിന് അപ്പം വേണം. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള അവസ്ഥയിൽ കടന്നു വന്നപ്പോൾ വ്യത്യസ്തമായ ഒരു നിലപാടിലേക്കാണ് ദൈവം അഹരോനെയും മോശയും നയിച്ചത്. ജനമെല്ലാം ഈർപ്പുമുകയാണ്. അവർ അവരുടെ പഴയ കഥകളൊക്കെ പറയുകയാണ്. ഞങ്ങൾ അവിടെ അങ്ങനായിരുന്നു, ഇങ്ങനായിരുന്നു. ഇതിന് നടുവിൽ ദൈവത്തെങ്കിലേക്ക് വിളിക്കുന്നൊരു മോശയെ കാണുവാൻ സാധിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന അഹരോനെ മോശയെ കാണുവാൻ സാധിക്കും. ഈ പ്രാർത്ഥിച്ചവരെ നോക്കിയാണ് അവരുടെ ജീവിതത്തിലുണ്ടായ ഒരു വിഷയമാണ് നമ്മൾ താക്കോൽ വാക്യമായിട്ട് എടുത്തത്. പ്രഭാതകാലത്ത് നിങ്ങൾ യഹോവയുടെ തേജസ് കാണും. 10-ാം വാക്യം. അഹരോൻ ഇസ്രായേൽ മക്കളുടെ സർവ്വസംഘത്തോടും സംസാരിക്കുമ്പോൾ അവർ മരുഭൂമിക്ക് നേരെ തിരിഞ്ഞു നോക്കി യഹോവയുടെ തേജസ് മേഘത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത് കണ്ടു. ഇന്ന് ഈ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രാർത്ഥിക്കുന്നവനുണ്ടോ? സ്തോത്രം. പ്രശ്നങ്ങളുടെ നടുവിൽ വീണ്ടും പ്രശ്നം ഉണ്ടാക്കുന്നവരല്ല, വീണ്ടും പരാതികളെ വർദ്ധിപ്പിക്കുന്നവരല്ല, വീണ്ടും കയ്പുകളെ കൂട്ടുന്നവരല്ല. ദൈവത്തിനെ വിളിച്ചപേക്ഷിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ ദൈവം അവന് തേജസ് വെളിപ്പെടുത്തും. ആ ദൈവം എനിക്ക് തന്നായ പോയിന്റിലേക്ക് ഞാൻ വരട്ടെ. ദൈവത്തിന്റെ തേജസ് കണ്ടവനുണ്ടോ? ഒരു സഭയിൽ ദൈവത്തിന്റെ ഗ്ലോറി കണ്ടവനുണ്ടോ? ദൈവത്തിന്റെ ഗ്ലോറിക്ക് സാക്ഷ്യം വഹിക്കുന്നവനുണ്ടോ? അവൻ നിമിത്തം അവിടെ വലിയ വിടുതലുണ്ടാകും. സ്തോത്രം. ഹല്ലേലൂയ. മോശയും അഹരോനും മന്ന കണ്ടില്ല. മോശയും അഹരോനും കാടപക്ഷിയല്ല ആദ്യം കണ്ടത്. അവർ കണ്ടത് ദൈവത്തിന്റെ മഹത്വമാണ്. ജനം കണ്ടത് സ്തോത്രം. ജനം പ്രാപിച്ചത് മന്നയാ. ജനം പ്രാപിച്ചത് കാടപക്ഷിയ. അതിന് കാരണമായി തീർന്നത് ദൈവത്തിന്റെ തേജസ് കണ്ട അഭിഷിക്തന്മാരാണ്. ഇന്ന് പ്രഭാതം ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന്റെ തേജസ് കണ്ട
ഗ്ലോറിക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു ജനമുണ്ടോ? ആമേൻ സ്തോത്രം. അവർ മുഖേന ദേശത്ത് നന്മയുണ്ടാകും. അവർ മുഖേന സഭയിൽ വിടുതലുണ്ടാകും. അവർ മുഖേന ആ ഭവനത്തിന് വിടുതലുണ്ടാകും. സ്തോത്രം. നമ്മൾ പ്രശ്നങ്ങളെയല്ല കാണേണ്ടത്, നമ്മൾ ദൈവത്തിന്റെ മഹത്വത്തെയാ കാണേണ്ടത്. ഹല്ലേലൂയ. സ്തോത്രം. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ എന്താണ് ദൈവത്തിന്റെ ഗ്ലോറി? ദ ഗ്ലോറി ഓഫ് ഗോഡ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ഹിസ് സ്പിരിറ്റ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം 24 വാക്യത്തില് ആ ദൈവത്തിന്റെ തേജസ്സും സ്തോത്രം മനുഷ്യന്റെ മഹിമയും തമ്മിലൊരു കമ്പാരിഷൻ കാണുവാൻ സാധിക്കുന്നുണ്ട്. മനുഷ്യനുള്ളതെല്ലാം ക്ഷയിച്ചു പോകും, പക്ഷെ ദൈവവും ദൈവത്തിന്റെ വചനവും നിലനിൽക്കും. ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയട്ടെ, ദൈവവചനത്തിന്റെ ആ മഹത്വം, ദൈവവചനത്തിന്റെ ആ തേജസ്, ദൈവവചനത്തിന്റെ ആ തെളിച്ചം. നമ്മളൊക്കെ ഒരു കാലത്ത് അന്ധകാരത്തിൽ കിടന്നവരാ, നമ്മളൊക്കെ അന്ധതമസിൽ കിടന്നവരാണ്. നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിച്ചത് നിത്യ സുവിശേഷമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഇരുളുകളെ മാറ്റിയത് സത്യ സുവിശേഷമാണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ് നമ്മുടെ ജീവിതത്തെ പ്രകാശമാക്കിയ പോലെ അത് നമ്മളെ മുറുകെ പിടിച്ചിരിക്കട്ടെ, അതിനെ നമ്മൾ പിൻപറ്റുമാറാകട്ടെ. നമ്മൾ ഒരിക്കൽ കൈക്കൊണ്ടുമായ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ പിന്തുടരുമെങ്കിലോ സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ ക്രിസ്തുവിന്റെ ആ ബ്യൂട്ടിയെ നമ്മൾ കാണുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ വിഷയങ്ങൾക്ക് പരിഹാരമാണ്. പുതിയ ദിനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1:14 സ്തോത്രം. ഞാൻ വാക്യങ്ങളൊന്നും എടുക്കുന്നില്ല. ലൂക്കോസിന്റെ സുവിശേഷം 2:32 യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം എഴുതിയെടുക്കുന്നവർക്ക് വേണ്ടി ഒന്നുകൂടി ഞാൻ പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:14, ലൂക്കോസിന്റെ സുവിശേഷം 2:32, യോഹന്നാൻ എഴുതിയ സുവിശേഷം 2:11. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 24:30. ഈ 3 വാക്യങ്ങൾ ഈ 3 വേദഭാഗങ്ങൾ നിങ്ങൾ വായിക്കണം, നിങ്ങൾ പഠിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹിമ പുത്രനാം യേശുക്രിസ്തു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ തേജസ് നമുക്ക് കണ്ടത് പഴയ നിയമത്തിൽ ദൈവം പറഞ്ഞു, നിങ്ങൾ എന്റെ മുഖം കാണത്തില്ല, നിങ്ങൾ എന്റെ മുഖം കാണുന്ന നാളെ നിങ്ങൾ മരിക്കും. ഇതാ മോശയോട് പറഞ്ഞത്. പഴയ നിയമ ഭക്തന്മാർക്ക് ദൈവത്തിന്റെ മഹിമകൾ മാത്രമേ കാണിച്ചു കൊടുത്തുള്ളൂ. എന്നാൽ പുതിയ നിയമ വിശ്വാസിക്ക് നമ്മൾ കണ്ടു. സ്തോത്രം. ഹല്ലേലൂയ. നാം വിശ്വാസത്തോടെ കാണുന്നു അന്നുണ്ടായിരുന്ന വിശുദ്ധന്മാർ, കർത്താവിന്റെ ശിഷ്യന്മാർ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ തേജസ് കണ്ടു. ആരിൽ കൂടി? പുത്രനിൽ കൂടി കണ്ടു. സ്തോത്രം. ഹല്ലേലൂയ. ഇതൊക്കെ നിങ്ങൾ നിരന്തരമായി കേൾക്കുന്ന ഒരു മെസ്സേജ് ആയതുകൊണ്ട് ഞാൻ എന്റെ ഡെപ്തിലേക്ക് പോകുന്നില്ല. പുതിയ നിയമ ഭക്തന്മാർക്ക് ദൈവം തന്റെ തേജസ്സിനെ വെളിപ്പെടുത്തിയത് തന്റെ പുത്രനിൽ കൂടിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അങ്ങനെയെങ്കിൽ നാം എത്ര ഭാഗ്യവാന്മാരാണ്. നാം വിശ്വാസത്തോടെ കാണുന്നതിനെ കണ്ടതായ ദൈവത്തിന്റെ തേജസ്സിനെ നാം അധികം താമസിയാതെ നാം നേരിൽ കാണാൻ പോവുകയാണ്. ഓ ഹല്ലേലൂയ. സ്തോത്രം. നിത്യ തേജസ്സാകുന്ന ക്രിസ്തുവിനെ നമ്മൾ കാണാൻ പോകുകയാകുന്നു. നമ്മളെ അന്ധകാരത്തിന് വിടുവിച്ച ക്രിസ്തുവിനെ നാം നേരിൽ കാണാൻ പോകുകയാകുന്നു. അവൻ മേഘത്തിന് വെളിപ്പെടാൻ പോകുന്നു. സ്തോത്രം. മഹാശക്തിയോടെ വരാൻ പോകുന്നു. മഹാമഹിമയോടെ തേജസ്സോടുകൂടെ വരാൻ പോകുന്നു. അന്ന് നമ്മുടെ കണ്ണുനീരുകൾ മാറും. അന്ന് നമ്മുടെ ദുഃഖങ്ങൾ മാറും. അന്ന് നമ്മുടെ വേദനകൾ മാറും. യേശുവിന്റെ മഹത്വം. സ്തോത്രം. പുതിയ നിയമത്തിലെ സംഭവത്തിലേക്ക് ഞാൻ വേഗം കടന്നു വരാം. കർത്താവ് ഏറ്റവും സ്നേഹിച്ചൊരു ഭവനമാണ് ലാസറിന്റെ ഭവനം. അവിടെ 2 സഹോദരിമാരുണ്ട്, മാർത്തയുണ്ട്, മറിയുണ്ട്, ലാസറുണ്ട്. ദൈവം കർത്താവ് വളരെയധികം സ്നേഹിച്ച ഭവനമാണ്. സ്തോത്രം. ബേഥാനിയിൽ കടന്നു വരുമ്പോൾ യേശു കർത്താവ് സ്ഥിരം സന്ദർശിക്കുന്ന ഭവനമാണ്. യേശു ക്രിസ്തുവിനെ സൽക്കരിക്കുന്ന ഭവനമാണ്. ആ ഭവനത്തിൽ ലാസർ ദീനം പിടിച്ചു. കർത്താവിനെ വിളിപ്പാൻ സഹോദരിമാര് വിടുക. ഞാൻ ദൈവത്തിന്റെ ഗ്ലോറിയെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ആ ഒരു വിഷയമാണ് ഇന്ന് കർത്താവിനെ കാണിച്ചു തന്നത്. സഹോദരിമാർ യേശുവിന്റെ സ്തോത്രം അവരുടെ വേണ്ടപ്പെട്ടവരെ അയച്ചു. രോഗിയായി കിടക്കുന്ന ലാസറിന് വേണ്ടി ഒന്ന് വന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് ഒറ്റ മറുപടിയുള്ളൂ, ഇത് മരണത്തിനല്ല, എന്റെ മഹത്വം ഒന്ന് വെളിപ്പെടുത്താനാ.
ഓ ഹല്ലേലൂയ, സ്തോത്രം. അത് ഞാനിങ്ങനെ കർത്താവിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. ആമേൻ. കർത്താവിനെ വിളിക്കാൻ വന്നവര് ചെന്ന സഹോദരിമാരോട് പറയാ, ഞങ്ങളോട് ഇത്രയും പറഞ്ഞേക്കുന്നു. ആമേൻ. ഈ രോഗം എന്തിനല്ല? മരണത്തിനല്ല. ഈ കഷ്ടത മരണത്തിനല്ല, മഹത്വത്തിനാ. സ്തോത്രം. ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാ, ഭയങ്കര ബുദ്ധിമുട്ടാ. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഇത് എന്തൊരു വിഷയമായി പറയുന്നത്. ആമേൻ. സ്തോത്രം. അവര് വളരെ ആവശ്യത്തോടെ ആമേ പറയുകയാണ്, യേശുവെ നീ ഒന്ന് വരണം. ആമേ. സ്തോത്രം. ആ വാക്യം ഇങ്ങനെയാണ്. ആമേ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 3-ാം വാക്യം. ഹല്ലേലൂയ. ആ സഹോദരന്മാർ അവന്റെ അടുക്കൽ ആളയച്ചു. കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് അത്രയെന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. നോക്കണമേ, നിങ്ങളിപ്പോ എന്റെ വീട്ടിൽ ആളയച്ചിട്ട് പറയുക, പാസ്റ്ററെ വരണം, എന്റെ കുഞ്ഞിന് പ്രയാസമാണ്. ഞാൻ ഈ വാക്ക് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളെ പിന്നെ സഭയെ കാണോ? ഇല്ല. സ്തോത്രം. അടുത്ത ഭാഷ തേടി പോകും. സ്തോത്രം. എന്റെ ജോലി എന്തുവാ? ഓടി വരിക. എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഓടി വരിക, എത്ര വെളിപ്പാടുണ്ടെങ്കിലും ഓടി വരിക എന്നുള്ളതാണ് എന്റെ ഡ്യൂട്ടി. കർത്താവ് പറയുക, മഹത്വം വെളിപ്പെടുവാൻ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അവിടെ പറയുന്നുണ്ട്, ആ ഇരുന്ന സ്ഥലത്ത് ഞാൻ ആ ഭേദഭാഗം ഒന്ന് കിട്ടിയവരത് വായിക്കാമോ? പറഞ്ഞിട്ട് പാസ്റ്റർ. സ്തോത്രം. 6-ാം വാക്യത്തില്, എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറെ താൻ അന്ന് ഇരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. ഈ സഹോദരിമാർ വന്നപ്പോ കൂടെ പോകേണ്ടുന്ന യേശു എന്ത് ചെയ്യുക? 2 ദിവസം കൂടി അവിടെ പാർത്തു. ഒറ്റ വാക്കേ ഉള്ളൂ. ഇത് മഹത്വത്തിനാ. ലേറ്റായി. ആമി. കൂടെ വരേണ്ട കർത്താവ് ഇപ്പൊ കൂടെ വന്നില്ല. സ്തോത്രം. ജസി ബാബു, ജസി റെനി, റാസ്മ റഖമന ധുന റഗഷ്യസിയ, ജസി ബാബു, ജസീറാൻ ഏറ്റെടുത്തോണേ. സ്തോത്രം. മേരിക്കുട്ടി ഷാമുവേൽ, നിമ്മി ജോസ്, ഇവരെല്ലാം ഏറ്റെടുത്തോണം. സ്തോത്രം. ഇവരെല്ലാം ഈ പേര് പറഞ്ഞവർ സ്തോത്രം ശ്രദ്ധിച്ചിരിക്കണമേ. കൂടെ വരേണ്ട കർത്താവ് കൂടെ വന്നില്ല. ആ ക്രിറ്റിക്കൽ വിഷയത്തിന് കൂടെ വന്നില്ല. ഇരുന്നിടത്ത് തന്നെ. സ്തോത്രം. എവിടെ വെച്ച് വെളിപ്പാട് കൈമാറിയോ, എവിടെ വെച്ച് ദൂത് കൈമാറിയോ, സ്തോത്രം, അവിടെ തന്നെ ആമേൻ എന്ന് കേട്ടാൽ താൻ അന്ന് ഇരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. എന്റെ കർത്താവ് അനങ്ങിയില്ല കേട്ടോ. നിങ്ങളുടെ ചോദ്യം, എന്റെ കർത്താവ് നീ ഒന്ന് അനങ്ങിയിരുന്നെങ്കിൽ, നീ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റിരുന്നെങ്കിൽ. കർത്താവ് ഞങ്ങൾ കേട്ടത് പടകിൽ തട്ടി ഉണർത്തിയ ഉടനെ ചാടി എഴുന്നേറ്റ് യേശുവ. സ്തോത്രം. ഹല്ലേലൂയ. അലറി വിളിക്കുന്ന തിരമാലകളെ ശാന്തമാക്കുവാൻ ചാടി എഴുന്നേറ്റ യേശുവിനെ അറിയാമോ നിങ്ങൾ കരുതിയത്? ഇപ്പം വരും, യേശു വരും, സ്തോത്രം. യേശു എഴുന്നേക്കും, ഞങ്ങളുടെ കൂടെ വരും. സ്തോത്രം. അന്ന് കൂടെ വരാതിരുന്നത്, ഇന്നലെ വരെ കർത്താവ് കൂടെ വരുന്നത്. ഈ 5 പേരോട് പറയാണ്, ഇന്നലെ വരെ എന്റെ കർത്താവ് ഇരുന്നിടത്ത് തന്നെ ഇരുന്നത്. സ്തോത്രം. പ്രിയ അഭിഷിക്ത വളരെ താല്പര്യത്തോടെ ഈ ഉപവാസ പ്രാർത്ഥന വെച്ചിരിക്കുക. ഇന്നലെ വരെ നിങ്ങളുടെ വിഷയത്തിന് ഒരു ചലനം ഉണ്ടായില്ല. 5 പേരോട് പറയും, ഇന്നലെ വരെ നിങ്ങളുടെ വിഷയത്തിന് ഒരു ചലനം ഉണ്ടായിട്ടില്ല. സ്തോത്രം. ചലനം ഉണ്ടാകാത്തതിന്റെ കാര്യം കർത്താവ് ഒരു വെളിപ്പാടങ്ങ് പറഞ്ഞു വിട്ടു. സ്തോത്രം. വന്നവരോട് കൂടെ വരാമെന്നല്ല പറഞ്ഞത്. ആമേൻ. സ്തോത്രം. യേശു അത് കേട്ടിട്ട്, ഈ ദിനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനും ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്ര എന്ന് പറഞ്ഞു. സ്തോത്രം. നിങ്ങളോട് സ്നേഹമുണ്ട് കേട്ടോ. അടുത്ത വാക്യത്തിൽ പറയുന്നത്, യേശു മാർത്തയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. എന്നിട്ടും നിങ്ങളോട് കർത്താവിന് ഭയങ്കര സ്നേഹമാണ്. എന്റെ യേശുവിനോ നിങ്ങളോട് അമിതമായ സ്നേഹമാകട്ടോ. കവിഞ്ഞു
കവിഞ്ഞൊഴുകുന്ന സ്നേഹമാണ്, നിത്യ സ്നേഹമാണ്. എന്നിട്ടും ഇന്നലെ വരെ മറുപടി കിട്ടാതിരുന്നത് ഇന്ന് പ്രഭാതം നിങ്ങളുടെ ദൂത് കൈമാറിയ ഇതൊരു മഹത്വത്തിനായിട്ടാ കേട്ടോ, ഇതൊരു മഹത്വത്തിനായിട്ടാ. സ്തോത്രം. ഇത് പറയുമ്പോൾ സ്തോത്രം, എനിക്കറിയാം നിങ്ങൾ എന്നോട് പറയും, പക്ഷെ പാഷക്ക് അങ്ങനെ പറയാം. സ്തോത്രം. ഹല്ലേലൂയ. ദേവദാസൻ അങ്ങനെയൊക്കെ പറയാം. ഞങ്ങൾ പോകുന്ന സിറ്റുവേഷൻ ഞങ്ങൾക്കേ അറിയത്തുള്ളൂ. ഈ സഹോദരിമാരുടെ അടുക്കൽ യേശു കടന്നു വന്നു കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. നോക്കണമേ. ആമേൻ. 11-ാം അധ്യായം യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 20-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. മറിയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. 2 ദിവസം ലേറ്റായ കർത്താവ് ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ, മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഈ മറിയെ കുറിച്ച് വ്യക്തമായി ഇവിടെ പറയുന്നത്, ഈ മറിയായിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തന്റെ തലമുടി കൊണ്ട് അവന്റെ കാല് തുടച്ചത്. കണ്ടോ? സ്തോത്രം. ദൈവത്തിന് വേണ്ടി ഒത്തിരി ചെലവിട്ട കുടുംബമാ നിങ്ങള്. ദൈവത്തിന് വേണ്ടി ഒത്തിരി ചെലവഴിച്ചവരാ. ദൈവസന്നിധിയിൽ ഓലോല കണ്ണുനീരൊഴുക്കിയവരാ ഈ 5 പേര്. എന്നിട്ടും കർത്താവേ, നീ താമസിക്കുന്ന എന്താ? പ്രൈസ് ദി ലോർഡ്. ലേറ്റ് ആകുന്നത്. സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടേണ്ടത് ദീനമായി കിടന്ന കട്ടിൽ നല്ല കേട്ടോ. ഈ മഹത്വം വെളിപ്പെടേണ്ടത് സ്തോത്രം. ഞാനിങ്ങനെ കാണുക, ലാസർ ദീനം പിടിച്ച് ആ കിടക്കയിലായിരിക്കുക. പക്ഷെ കർത്താവ് ഒരു കാര്യം പറഞ്ഞു, ഇത് മഹത്വത്തിനായിട്ടാ. സ്തോത്രം. ഈ മഹത്വം വെളിപ്പെടുമ്പം ഇത് കല്ലറയ്ക്കകത്തൊക്കെ കയറും. മനുഷ്യന്റെ മനസ്സിൽ നിന്നൊക്കെ അങ്ങ് മാറും. സ്തോത്രം. ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ വിശേഷിച്ച് 1-2 ദിവസം കഴിയുമ്പോഴേക്കൊക്കെ ആ മനുഷ്യന്റെ ഓർമ്മ പോകും. ഏത് മനുഷ്യനായാലും അവന്റെ ഓർമ്മ പോകും. സ്തോത്രം. ഹല്ലേലൂയ. ഒന്നുകൂടി പറഞ്ഞാൽ, കരഞ്ഞ വിഷയങ്ങൾ മറന്നുപോയാലും, നിലവിളിച്ച വിഷയങ്ങൾ നിങ്ങൾ മറന്നുപോയാലും, സ്തോത്രം. ദിവസങ്ങളൊക്കെ കൂടെ നോക്കിക്കേ. സ്തോത്രം. ഏറിയ ദിവസങ്ങളായി കാത്തിരുന്ന കാലത്ത് നിങ്ങൾ മറന്നുപോയി കാണും. ഇപ്പോൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും മറന്നുപോയി കാണും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പാസ്റ്റർ ആ വിഷയം മറന്നുപോയി കാണും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവരൊക്കെ അത് മറക്കട്ടെ. മരണം എന്ന് പറഞ്ഞാൽ അങ്ങ് മറക്കുക. സ്തോത്രം. എല്ലാവരും മറന്നപ്പം 4 ദിവസമായി നാറ്റം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആരും ഓർക്കത്തില്ല കേട്ടോ. ദുർഗന്ധം ഉണ്ടായി കഴിഞ്ഞ് നാറ്റം വെച്ച് തുടങ്ങിയാൽ പിന്നെ ആരും ഓർക്കത്തില്ല. പ്രതീക്ഷകളെല്ലാം ആറ്റുപോയി. പ്രാർത്ഥിച്ച പാസ്റ്ററും പറയുന്നു, എനിക്ക് ഇനി ആ കുടുംബത്തെ കുറിച്ച് പ്രതീക്ഷയില്ല, എനിക്ക് ആ തലമുറയെ കുറിച്ച് പ്രതീക്ഷയില്ല, എനിക്ക് ആ സഹോദരിയെ കുറിച്ച് പ്രതീക്ഷയില്ല. സ്തോത്രം. പ്രാർത്ഥിച്ചവരുടെ എല്ലാം പ്രതീക്ഷ ആറ്റിരിക്കുമ്പോൾ സ്തോത്രം, പ്രതീക്ഷ വിശ്വസിച്ചവരുടെ ഇടയിലേക്കല്ല കർത്താവ് വന്നത്. പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടവരുടെ അടുക്കലേക്ക്. ഇപ്പോൾ എങ്ങനെയാണ്? സ്തോത്രം. 19-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ, മാർത്തയും മറിയയും സഹോദരനെ കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരും അവരുടെ അടുക്കൽ വന്നിരുന്നു. ഇപ്പോൾ സ്തോത്രം. ഇപ്പോൾ എന്തോ ആ ഭവനത്തിലുള്ളത്? ആശ്വാസമാ, കണ്ടോളൻസ് അറിയിക്കാനാ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ വിടുതൽ പറയാൻ ആരും വന്നിട്ടില്ല, ആശ്വസിപ്പിക്കുവാൻ. സ്തോത്രം. വിടുതൽ ഉണ്ടെന്ന് പറഞ്ഞവരെല്ലാം ഇപ്പൊ എന്തോ പറയുന്നത്? ആശ്വാസമാ പറയുന്നത്. എന്നാൽ കർത്താവ് വന്നത് ആശ്വാസം പറയാനല്ല, മഹത്വം വെളിപ്പെടുത്താനാ. എന്റെ കർത്താവ് വന്നത് കണ്ടോളൻസ് അറിയിക്കാനല്ല. ഞങ്ങൾ നിന്റെ കൂടെ വരുന്നവരെന്തുവായി മരണ വീട്ടിൽ സാരമില്ല, ഞങ്ങളൊക്കെ നിന്റെ കൂടെ ഉണ്ട്. സ്തോത്രം. കർത്താവ് പറഞ്ഞത് സ്തോത്രം, നിങ്ങൾക്ക് സഹോദരനെ മടക്കി തരാനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ എന്നോട് 4 ദിവസം മുൻപ്, അല്ലെങ്കിൽ 5 ദിവസം മുൻപ്, 4ഉം 2ഉം 6 ദിവസം മുമ്പ് നിങ്ങൾ എന്റെ സന്നിധിയിൽ ഒരു പ്രാർത്ഥനയുമായി വന്നു. നിങ്ങൾ എന്റെ സന്നിധിയിൽ കണ്ണുനീരുമായി വന്നു. അവനെ കാണാനാ ഞാൻ വന്നത്. ഞാൻ സ്നേഹിച്ച ഭവനത്തിന്റെ എണ്ണം കുറയ്ക്കുവാനല്ല
കാര്യങ്ങളെല്ലാം വന്നത് ഞാൻ സ്നേഹിക്കുന്ന ഭവനത്തിന്റെ എണ്ണം ആമേസോ റീസ്റ്റോർ ചെയ്യുവാൻ. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നത്, കർത്താവ് താമസിച്ചപ്പോൾ ആമേസോ എണ്ണം കുറഞ്ഞു, പക്ഷെ കർത്താവ് വന്നത് എണ്ണം തികയ്ക്കാനാ, റീസ്റ്റോർ ചെയ്യുവാൻ. ഏറ്റെടുത്തോ ധമനസി, എന്താണോ കുറഞ്ഞത് കർത്താവ് ഒന്ന് ലേറ്റ് ആയപ്പോൾ, മഹത്വം വെളിപ്പെടാനാ കർത്താവ് ലേറ്റ് ആയത്. ആമേ ലേറ്റ് ആയപ്പോൾ എന്താണോ കുറഞ്ഞു പോയത്, ഈ 5 പേരോട് പറയുന്നു, എന്താണോ കുറഞ്ഞു പോയത്, എന്താണോ ആമേ സ്തോത്രം ഇല്ലാതായി പോയത്, ദൈവത്തിന് പറയും വന്നത് തിരിച്ചു തരാനാ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചോ, യേശുവിന്റെ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ. അർത്ഥമനകട്ടെ. എന്റെ കർത്താൻ ഒറ്റ കാര്യമേ ഉള്ളൂ. ഇങ്ങനെ കർത്താവിനെ പഠിപ്പിച്ചത് ദൈവത്തിന്റെ മഹത്വത്തിന്റെ മാനിഫെസ്റ്റേഷന് വേണ്ടിയാ താമസിച്ചത്. ഓ വില കൊടുത്തത് സഭയല്ല, വില കൊടുത്തത് ഒരു കുടുംബമാ. മഹത്വം ഒന്ന് വെളിപ്പെടുവാൻ ഒരു കുടുംബം നാണം കേട്ടു കേട്ടോ. സ്തോത്രം. അവിടുത്തെ കാര്യങ്ങൾ പറയുന്നേ. ആമേൻ. വന്നവര് പറഞ്ഞത് ആമേ സ്തോത്രം. ആമേൻ. ആമേ വന്നവരെല്ലാം കർത്താവിനെയും ആമേ കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം ആ സാഹചര്യങ്ങളെല്ലാം ഉണ്ടായത് ക്രിസ്തുവിന്റെ ഗ്ലോറിയുടെ മാനിഫെസ്റ്റേഷന് വേണ്ടിയാണ്. സ്തോത്രം. അല്ലെ ആമേ സ്തോത്രം. ആമേൻ. ഈ 11-ാം അധ്യായത്തിലേക്ക് 40-ാം വാക്യത്തിലേക്ക് കടന്ന് 40-ാം വാക്യത്തിൽ പറയുന്ന, യേശുവോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. സ്തോത്രം. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് മാർത്തയോട് പറഞ്ഞ. സ്തോത്രം. ഈ കാര്യങ്ങളെല്ലാം ആരോടാ പറഞ്ഞെന്നറിയാമോ? ഈ വിഷയങ്ങൾ ആരോട്? ഈ മഹത്വം കാണുമെന്ന് ആരോടാ പറഞ്ഞത്? മാർത്തയോട്. നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ആരോടാ പറഞ്ഞത്? മാർത്തയോട്. സ്തോത്രം. യേശു കർത്താവിന്റെ കാൽക്കലിരുന്ന് കരഞ്ഞ മറിയൊക്കെ നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ ഒത്തിരി അധ്വാനിച്ചൊരു വ്യക്തി ആരാ? മാർത്തയാ. ഈ മാർത്തയോട് പറയുക, നിന്റെ സഹോദരനെ ഞാൻ നിനക്ക് തിരിച്ചു തരും. പ്രിയപ്പെട്ടവരെ, ഒത്തിരി ഓടിയവരുണ്ട് കേട്ടോ, ഒത്തിരി അധ്വാനിച്ചവരെ ഇതിനകത്ത് കാണുന്നുണ്ട് കേട്ടോ. 5 പേരും ഈ ദൂത് എടുത്തോണം. സ്തോത്രം. ഒത്തിരി അധ്വാനിച്ചവരുണ്ട് കേട്ടോ. ലിസിസാമ ഒത്തിരി അധ്വാനിച്ചവര്. സ്തോത്രം. തനിയെ ചിലർ പറയും, ഞാൻ തന്നെ വലിക്കുക, കൂടെ വലിക്കാൻ ആരുമില്ല. മാർത്ത പറഞ്ഞതാ, കുഴഞ്ഞു, ഞാൻ കിടന്ന് കുഴഞ്ഞിരിക്കുക. എനിക്ക് എന്റെ കൂടെ ഇരിക്കാൻ ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല. എങ്കിലും അടുത്തു പോകാതെ കർത്താവിന് വേണ്ടി ചെയ്തു. അവളോട് പറയുക, ആ മാർത്തയോട് പറയുകയാണ്, നീ ദൈവത്തിന്റെ മഹത്വം കാണും. സ്തോത്രം. നീ ഒരുക്കിയതൊന്നും വെറുതെയല്ല, കർത്താവിനോട് ചെലവിട്ടതൊന്നും വെറുതെയല്ല, നീ അധ്വാനിച്ചത് വെറുതെയല്ല. വീണ്ടും അവളോട് പറയുകയാണ്, ഞാനിവിടെ പറഞ്ഞില്ലയോ നീ മഹത്വം കാണുമെന്ന്. സ്തോത്രം. മഹത്വം കാണുമെന്ന് പറഞ്ഞവൻ സ്തോത്രം. മഹത്വം കാണുമെന്ന് പറഞ്ഞ കർത്താവ് എന്ത് ചെയ്തു? 41-ാം വാക്യത്തിൽ, അവർ കല്ലു നീക്കി, യേശു മേലോട്ട് നോക്കി. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഈ പ്രഭാതയാമത്തില് മഹത്വത്തിന് വേണ്ടി ചില കല്ലുകൾ മാറുകയാ. മഹത്വം വെളിപ്പെടുവാൻ കല്ലുകൾ നീക്കപ്പെടുക. അത് ഞങ്ങൾ ചെയ്തോളാം. സ്തോത്രം. അവർ കല്ല് നീക്കി. പ്രിയ അഭിഷിക്തന്മാരെ, പ്രിയ ആന്റി, സ്തോത്രം. അത് നമ്മൾ ചെയ്യാൻ പോവാ കേട്ടോ. അത് നമ്മൾ ചെയ്യാൻ പോവാ. കല്ല് നീക്കാൻ പോവാ. അഭിഷിക്തന്മാരുണ്ടല്ലോ, നമുക്ക് ഒരുമിച്ച് കല്ല് നീക്കാം. ഇതിന്റെ അകത്ത് വില കൊടുത്തവരുണ്ട് കേട്ടോ. ഇതിനകത്ത് വില കൊടുത്തവരുണ്ട്. കർത്താവ് നമ്മളോട് പറയുക, കല്ല് നീക്കുവാൻ. നമ്മൾ കല്ല് നീക്കിയാൽ മേലോട് നോക്കുന്ന ഒരു കർത്താവിനെ കാണാൻ പറ്റും. അഭിഷിക്തന്മാരെല്ലാം ഒരുമിച്ച് നിന്നാട്ടെ. അഭിഷിക്തന്മാരെല്ലാം ഒരുമിച്ച് നമുക്ക് ചേർന്ന്. ഇതിനകത്ത് ഒത്തിരി കരയുന്നവരുണ്ട്, ദൂത് കിട്ടിയവരുണ്ട്, മഹത്വം കാണുമെന്നുള്ള ദൈവശബ്ദം കേട്ടവരുണ്ട്. നിനക്ക് മറുപടി കിട്ടുമെന്ന് ദൈവശബ്ദം കേട്ടവരുണ്ട്. അവരുടെ മുൻപിൽ വെച്ചിരിക്കുന്ന കല്ലുകൾ ഈ കരയുന്നവരെ കൊണ്ട് കല്ല് മാറ്റാൻ പറ്റത്തില്ല. നിലവിളിച്ചവരെ കൊണ്ട് കല്ല് മാറ്റാൻ പറ്റത്തില്ല. കല്ല് മാറ്റാനുള്ള അഭിഷേകം ദൈവം നമ്മുടെ തന്നിട്ടുണ്ട്. യേശുവിന്റെ രക്തത്താൽജയം. സ്തോത്രം. ഈ കല്ല് നീക്കിയതിനെ കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. ഉരുട്ടി വെച്ചവർ തന്നെയാ, ആ കല്ല് ഉരുട്ടി വെച്ചവർ തന്നെയാ മാറ്റിയെന്നൊരു ഒരു വ്യാഖ്യാനം ഞാൻ കേട്ടിട്ടുണ്ട്. മറ്റൊരു വ്യാഖ്യാനം കേട്ടിട്ടുണ്ട്. യേശുവിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കല്ല് ഒന്ന് ഉരുട്ടി മാറ്റുവാൻ. ഞാൻ ഒരു സ്വാഭാവിക
എന്റെ ചിന്തയെ വരിക. സ്വോത്രം. ഹല്ലേലൂയ. ഒരുമാതിരിപ്പെട്ടവരൊന്നും കല്ല് നീക്കാൻ ചെല്ലത്തില്ല, അവിടെ നാറ്റം ഉണ്ടെന്നാ പറയുന്നേ. പക്ഷെ നമുക്ക് ഈ നാറ്റം ഒരു വിഷയമല്ല. സ്വോത്രം. ഹല്ലേലൂയ. സ്വോത്രം. നിങ്ങൾക്കെല്ലാം വിടുതല കേട്ടോ. ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും വിടുതല. നിങ്ങളുടെ കൂടെ ഉള്ളവരൊന്നും ഈ കല്ല് നീക്കാൻ വരത്തില്ല. അമ്മാച്ചനും അമ്മാവിയും ചിറ്റപ്പനും കൊച്ചമ്മയും ഒന്നും ഈ കല്ല് മാറ്റാൻ പറ്റത്തില്ല കേട്ടോ. കല്ല് ഉരുട്ടി വെച്ചവനും വരത്തില്ല. കല്ല് വെച്ചവൻ അറിയാം നാറുമെന്ന്. സ്വോത്രം. പക്ഷെ നമുക്കൊരു ഉറപ്പുണ്ട്, നാറത്തില്ല. ഇത് ഇവിടെ വേണ്ടിയാ. സ്വോത്രം. കല്ല് മാറ്റുക നാറാനല്ല. സ്വോത്രം. ഹല്ലേലൂയ. പ്രിയ അഭിഷിക്തന്മാരെ, പ്രിയ അഭിഷിക്തയെ, ശുശ്രൂഷ ചെയ്യുന്ന ഭക്തന്മാരെ, നമ്മൾ ഈ കല്ല് മാറ്റുന്നത് വിശുദ്ധ ബൈബിളില് കല്ല് മാറ്റിയവരുണ്ട്. മോശ കല്ല് മാറ്റി. യാക്കോബും കല്ല് മാറ്റി. ഉറവ റാഹേലും കൂട്ടരും വരികയാ അതൊന്ന് എടുക്കുവാൻ. കല്ല് ഉരുട്ടി മാറ്റിയപ്പോ മോശയും കല്ല് ഉരുട്ടി മാറ്റുക. ദൈവം നമ്മളെ അഭിഷേകം ചെയ്തത് ജനം വെള്ളം കുടിക്കാനാ. ദൈവം നമ്മളെ അഭിഷേകം ചെയ്ത് കല്ല് ഉരുട്ടി മാറ്റി ജനത്തിന്റെ ദാഹം മാറട്ടെ. അർത്ഥം നമ്മൾ വിശ്വാസത്തോടെ കല്ല് ഉരുട്ടി മാറ്റുമ്പോൾ സ്വർഗത്തിലേക്ക് നോക്കുന്ന ഒരു കർത്താവുണ്ട്. അവർ കല്ല് നീക്കി, യേശു മേലോട്ട് നോക്കി. സ്തോത്രം. കല്ല് നീക്കിയവർ യേശുവിനെ നോക്കുമ്പോൾ സ്തോത്രം, കല്ല് ഉരുട്ടി മാറ്റുവാൻ പറഞ്ഞ യേശു പിതാവിനെ നോക്കുകയാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം പറയട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഇടയിൽ ദൂത് കേട്ടവരുണ്ട്, നമ്മുടെ ഇടയിൽ ദൈവശബ്ദം കേട്ടവരുണ്ട്. അവരെ നോക്കി ഇന്ന് രാത്രി പറയുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റിയിരിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റിയിരിക്കുക. ഇന്നത്തെ ദിവസം നിങ്ങൾ ചില പുറത്ത് കാണാൻ പോകുക. കിട്ടത്തില്ലെന്ന് കരുതിയത് പ്രാപിക്കുവാൻ സാധിക്കത്തില്ലെന്ന് കരുതിയത്. എന്നോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, ദൈവം തന്ന ഒരു താലന്തുണ്ട്, ദൈവം തന്നൊരു കൃപാവരമുണ്ട്. സ്തോത്രം. ദൈവം തന്നൊരു കൃപാവരം, ദൈവം തന്നൊരു ശുശ്രൂഷ നിമിത്തം സ്തോത്രം ദുഃഖിച്ച് ഇരിക്കുന്ന ഒരു വ്യക്തിയെ കാണിക്കുന്നു. ദൈവം തന്ന ശുശ്രൂഷ അത് നിമിത്തം പരാതി കേട്ട, അത് നിമിത്തം അങ്ങനെ തന്നെ കർത്താവ് കാണിക്കുന്നത്. അതിനെ അകത്ത് വെച്ചിരിക്കുക. സ്തോത്രം. കല്ലറയ്ക്കകത്ത് വെച്ചിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവം അത് തിരികെ തരുകയാണ്. എന്നോട് കർത്താവ് പറയുന്നു, ശുശ്രൂഷ നിമിത്തം ബുദ്ധിമുട്ടിയവർ, എന്നിട്ട് ആ ശുശ്രൂഷ അടക്കി വെച്ചിരിക്കുക, ശുശ്രൂഷ മൂടി വെച്ചിരിക്കുക. ശുശ്രൂഷ നിമിത്തം പരാജയപ്പെട്ടവരല്ല, ശുശ്രൂഷ നിമിത്തം നാണം, ശുശ്രൂഷ നിമിത്തം സമൂഹത്താൽ നിന്ദിക്കപ്പെട്ടൊരു വിഷയം. അകലകട മനഗത രഹസ്യ. ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നത്, ആ നിന്ദിക്കപ്പെട്ടതിനെ കർത്താവ് പുറത്തെടുത്ത ദൈവം നിന്നെ മാനിക്കാൻ പോവുകയാണ്. അബൽഖാൻ എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. സ്തോത്രം. നമ്മുടെ ഭവനത്തില് നാം ദൈവത്തിന്റെ തേജസ് കാണുക. നമ്മുടെ സഭയില് നമ്മൾ ദൈവത്തിന്റെ തേജസ് കാണുക. അബലകട മനഗജനകസിഹ അക്ഷാമാന ബലഖസമനസിയ. അങ്ങനെ നമ്മുടെ കൂടെയുള്ളവരുടെ വിഷയങ്ങൾക്ക് പരിഹാരമാണ്. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. ദൈവം അനുവദിക്കുന്ന പക്ഷം ദൂത് കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. അക്ഷാർമാനാദകസ്യ. സമയങ്ങൾ വളരെ മുന്നോട്ട് പോയല്ലോ. ഷൈനി ജോർജിനോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, സ്തോത്രം. മോശ ദൈവത്തോട് സംസാരിക്കുന്ന ഒരു കൂടാരമുണ്ട്. സ്തോത്രം. മോശ സംസാരിക്കും, സ്തോത്രം, മടങ്ങി വരും. ഇതാണ് ശൈലി. എന്നാൽ യോശുവയെ കുറിച്ച് പറയുന്നത്, എന്നാൽ യോശുവയോ കൂടാരം വിട്ട് പിരിയാതിരുന്നു. ഈ ദിവസങ്ങളിൽ ആ ഒരു ആത്മീയ സ്വഭാവത്തെ മുറുകെ പിടിക്കട്ടെ. ദൈവത്തോട് സംസാരിക്കുന്നവർ കൂടാരത്തിൽ നിന്ന് ഇറങ്ങി വരും, പക്ഷെ നീ ആ കൂടാരത്തോട് ചേർന്നിരിക്കട്ടെ. നീ ആ ദൈവ തേജസ്സിനോട്, പ്രിയ സിസ്റ്ററെ, ഷൈനി സിസ്റ്ററെ, ആ കൂടാരത്തോട്, ദൈവത്തിന്റെ തേജസ് നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ തേജസ്സിനോട് ചേർന്ന് നിൽക്കട്ടെ. ദൈവത്തിന്റെ മഹിമയോട് ചേർന്ന് നിൽക്കട്ടെ. ആ യോശുവയ്ക്കാണ് പിന്നീട് ഒരു വലിയ കൈമാറ്റം ഉണ്ടായതുപോലെ ഈ ദിവസങ്ങളിൽ കൈമാറ്റത്തിന്റെ ദിവസങ്ങളാണ്. എന്നോട് കർത്താവ് പറയുന്നു, പ്രിയ സിസ്റ്ററുടെ ഭവനവുമായി ബന്ധപ്പെട്ട ചില കൈമാറ്റങ്ങളുടെ, ചില നന്മകളുടെ കൈമാറ്റം. അബൽഖമന ദിമൽഖമന വൈഷമന അർഥുന റബൽ പ്രമാണകസിയ അർത്ഥമന ഘടകസിയ. എന്നെ കർത്താവ് ഇങ്ങനെ കാണിക്കുന്നു.
ഒരു 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 കസേര എന്നെ കാണിക്കുന്നു. സ്വത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ഉപയോഗിച്ചൊരു കസേര. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി അതിനെ റീസ്റ്റോർ ചെയ്ത് അതിന്റെ കേടുകളെ മാറ്റി, സ്തോത്രം, ഒരു പഴയ ഒരു ഫർണിച്ചർ പുതിയൊരു വ്യക്തി കടന്നു വരുമ്പോൾ സ്തോത്രം അതിനെ ആ വ്യക്തിക്ക് വേണ്ടി ഒരുക്കിയെടുക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പറയുന്നു, ഈ ദൂത് ഈ ആലോചന നിങ്ങളോട് കൈമാറി കഴിഞ്ഞ എന്നോട് കർത്താവ് പറയുന്നു, 5 ദിവസത്തിനുള്ളിൽ എന്നോട് ഇങ്ങനെ പറയുന്നത്, ഒരു കസേര എന്നെ കാണിച്ചു. അത് ഉപയോഗിച്ചതാണ്, എന്നാൽ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ഭവനത്തിനകത്ത് വെളിപ്പെടാൻ പോകുക. അതിന്റെ കേടുകളെ മാറ്റി നിങ്ങൾക്ക് വേണ്ടി അത് ഒരുക്കി തരുന്ന പോലെ. ഇത് കസേരയുടെ കാര്യം എന്നുള്ള പറയുന്നില്ല, കസേരയുടെ വിഷയമല്ല പറയുന്നത്. ആ വെളിപ്പാട് കർത്താവിനെ കാണിക്കുക. ഒരു അനുഭവം, ഒരു നന്മയുടെ അനുഭവത്തെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അതിനെ റീസ്റ്റോർ ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ കേടുകളെ മാറ്റുന്നു. എഴുതിയിട്ട് കൊള്ളുക, കേട് മാറ്റിയ ഒരു നന്മ. ആധാർ ബാര ശംധർ ഖാര സൗഡ റമഷ, എന്തൊക്കെയോ അസ്വസ്ഥതകളുണ്ട്, അതെല്ലാം മാറ്റിയെടുത്ത് നിങ്ങൾക്ക് വേണ്ടി അതിനെ സ്യൂട്ടാക്കി തരികയാണ്. എന്നോട് കർത്താവ് പറയുന്നു, ഞാൻ ഈ ദൂത് കൈമാറുമ്പോൾ കഴിഞ്ഞ ദിവസം അതിനെ കുറിച്ച് കേട്ടത് ഇങ്ങനെയാണ്, അത് സ്യൂട്ട് അല്ല, പറ്റത്തില്ല, എന്നെ കൊണ്ട് സാധിക്കത്തില്ലെന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്. സ്തോത്രം. ആ വിഷയത്തെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി സ്യൂട്ടാക്കുകയാണ്. യേശുവ നാമത്തിൽ സംഭവിക്കുന്നു. അകൽ ഖമന റമൽ ധനായ എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കും. ഇന്ന് രാത്രി ആ കർത്താവിനോട് പറയുന്നു, തേജസ് കൈമാറുന്ന പകലാണ്. ദൈവത്തിന്റെ തേജസ് കൈമാറുന്ന പകലാണ്. ഞാനിത് കാണും, നമ്മൾ കാണും, സൂമിലാണെങ്കിലും നമ്മളത് കാണും. പ്രിയ ചെറിയാൻ ബ്രദറോട് കർത്താവ് പറയുന്നു, തേജസ് കൈമാറുന്ന പകലാണ്. ദാനിയേലും കൂട്ടരും സ്തോത്രം ശാഖ പദാർത്ഥവും ചെറിയാൻ ചെറിയാനെ പ്രൈസ് ദി ലോർഡ് ബ്രദർ, ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുന്നു. ദാനിയേലും കൂട്ടുകാരും സ്തോത്രം രാജാവ് കൊടുത്ത ഭോജനവും പാനീയവും ഉപേക്ഷിച്ചിട്ട് ശാഖ പദാർത്ഥവും പച്ച വെള്ളവും കുടിക്കുകയാ. 10 ദിവസം. ആഹാ. 10 ദിവസം കൊണ്ട് അവരുടെ ബോഡി ലാംഗ്വേജിന് വ്യത്യാസം കടന്നു വന്നു. അവരുടെ മുഖത്തിന് വ്യത്യാസം കടന്നു വന്നതുപോലെ ഈ ദിവസങ്ങളിൽ വ്യത്യാസങ്ങളുടെ ദിവസങ്ങളാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുന്നു. സ്തോത്രം. അദ്ദേഹം ലെഫ്റ്റായി എന്ന് തോന്നുന്നു, കാണുന്നില്ല. സ്തോത്രം. യെസ്, അദ്ദേഹം ലെഫ്റ്റ് ചെറിയ കണ്ടു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവദാസനെ കർത്താവിനോട് പറയുന്നത്, ദാനിയേലും കൂട്ടന് 10 ദിവസം ആ ഒരു മോഡ്യൂളിൽ കൂടി കടന്നുപോയി. സ്തോത്രം. മേൽവിചാരകൻ ഷണ്ണാധിപൻ നോക്കിയാണ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമോ. 10 ദിവസം വ്യത്യാസം ഉണ്ട് പോലെ അങ്ങയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് 10 ഡേയ്സിനുള്ളിൽ 10 ദിവസം. ഈ 10 ദിവസങ്ങൾ ഓർക്കണമേ, ബാക്കിയുള്ളവരെല്ലാം നല്ല രുചികരമായ ഫുഡ് കഴിക്കുമ്പോൾ കളറുള്ള വീഞ്ഞ് കുടിക്കുമ്പോൾ ഇവര് പച്ചവെള്ളം മാത്രം. യെസ്, അത് മതി പുഷ്ടിപ്പെടാൻ. ദൈവിക വ്യവസ്ഥയ്ക്ക് വേണ്ടി നിന്ന 10 ദിവസം, ദൈവ നീതിക്ക് വേണ്ടി നിന്ന 10 ദിവസം, ദൈവ വചനത്തിന് വേണ്ടി വരുന്ന 10 ദിവസം. സ്തോത്രം. ഈ ദിവസങ്ങളിൽ സ്തോത്രം ദൈവിക വ്യവസ്ഥയ്ക്ക് വേണ്ടി അങ്ങ് നിൽക്കുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവ് സ്തോത്രം കാണുന്നു. ഒന്നുകൂടി ചേർന്ന് നിൽക്കുക. ഇത് അംഗീകാരത്തിന്റെ ദിവസങ്ങളാണ്, ഇത് അംഗീകാരങ്ങളുടെ ദിവസമാണ്. യേശുവനാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. യേശുവനാമത്തിൽ ഞാൻ അദ്ദേഹത്തെ ബ്ലസ് ചെയ്യുകയാണ്. എന്നോട് കർത്താവ് പറയുന്നത്, സ്തോത്രം, അങ്ങയുടെ നേരെ ഉണ്ടായിരുന്ന ഒരു വെല്ലുവിളി ഇന്ന് ബ്രേക്ക് ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തെ ദൂതുകൾ കൈമാറുന്നു. അങ്കിളെ ആന്റി, ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുന്നു. പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ട് നിങ്ങളുടെ പുറകില്, പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം നിങ്ങളുടെ പുറകിലുണ്ട്. പത്രോസിന് വേണ്ടി സഭ
ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ സ്തോത്രം. ആ പത്രോസ് കിടന്നിടത്ത് ഒരു പ്രകാശം ഉണ്ടായി. ആ പത്രോസിനെ തട്ടി ഉണർത്തുന്ന ദൂതനുണ്ടായി. അർത്ഥാന പത്രോസിനെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൂതന്റെ ആമേൻ സ്തോത്രം ഒരു ഏഞ്ചലിക്ക് മിനിസ്ട്രി ലഭിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഭവനത്തിന് വേണ്ടി സംഭവിക്കാൻ പോകുകയാണ്. കർത്താവേ, കുടുംബത്തോട് ഇന്ന് ഇന്നങ്ങ് ഇടപെടുമാറാകണമേ. നിങ്ങളുടെ വിഷയങ്ങൾക്ക് ഒരു പൂർണ്ണത ഉണ്ടാകാൻ പോവാ. നിങ്ങളുടെ ഭവനത്തിന്റെ വിഷയങ്ങൾക്ക് ഒരു പൂർണ്ണത ഇന്ന് തന്നെ ദൈവത്തിന്റെ ആത്മാവ് കൽപ്പിച്ചാക്കുകയാണ്. അംശരിബിരികൾ പ്രമാണകസ്യാധന അർത്ഥനാരികൾ പ്രമാണഘടകനാഥക ഷൈഡൽ പ്രമാണകസ്യാധന റീഗൽ ഖാരാബാറാബ ശംധന ഖബാരാബല അധനഗതമനിയ ധുനൽ ഖമനഗദനായ അർഷമനെ ഹദിൽ ഖമനഗടമന അർത്ഥരെ ജിഗൽ ഖരവേ ശംധന റിബൽ ഖമനി അധുന റബഷ്മ്യാധന രമന റഗൽധനാദിക സാധന വൈഷമനി അർത്ഥമനഗടമനകസിഹ. ആമൻ നിർബന്ധിച്ചു, കർത്താവ് നിർബന്ധിച്ചു. അക്കരയ്ക്ക് പോകുവാൻ യേശു നിർബന്ധിച്ചു. ആമേ സ്തോത്രം. കർത്താവ് നിർബന്ധിച്ചപ്പോൾ കടൽ ഇളകുമെന്ന്, ആമേ കാറ്റുണ്ടാകുമെന്ന് ആമേ സ്തോത്രം ശിഷ്യന്മാർ കരുതിയതല്ല. പക്ഷെ നിർബന്ധിച്ച കർത്താവ് ആമേ സ്തോത്രം അവരുടെ അടുക്കൽ വന്ന് ശാന്തത വരുത്തിയതുപോലെ അവരെ ആമേ എന്തിനു വേണ്ടി നിർബന്ധിച്ചോ, എവിടെ പോകുവാൻ, എവിടെ എത്തുവാൻ നിർബന്ധിച്ചുവോ അവിടെ എത്തിച്ചതുപോലെ ആമേ ദൈവത്തിന്റെ ഒരു സ്ട്രോങ് ഹോൾഡ് ഇന്ന് നിങ്ങളുടെ ഭവനത്തിന്മേൽ വെളിപ്പെടുക കേട്ടോ. ധൂടാറാബാലവ ദൈവം പറഞ്ഞൊരു വിഷയത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. കർത്താവ് നിങ്ങളോട് പറഞ്ഞ വിഷയത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങി, നിങ്ങൾ കൈ വെച്ചിരിക്കുക. നിങ്ങളുടെ ഭവനത്തെ നോക്കി കർത്താവ് പറയുന്നു, നിങ്ങൾ അതിന് കൈ വെച്ചിരിക്കുക, നിങ്ങൾ കാലെടുത്ത് വെച്ചിരിക്കുക. പക്ഷേ ആമേ സ്തോത്രം അവിടെ എത്തിക്കത്തരുന്ന പറഞ്ഞ ചില കാറ്റുകളെ ഇന്ന് ബ്രേക്ക് ചെയ്യുക. അത് കർത്താവാണോ പറഞ്ഞയച്ചത്? കർത്താവാ പറഞ്ഞയച്ചത്. എന്നോട് കർത്താവിന് ഇങ്ങനെ പറയുന്നത്, ആമേ സ്തോത്രം, ആമേ സ്തോത്രം, മൂന്നാമത്തെ ദിവസം ഇന്നത് ബ്രേക്ക് ചെയ്യുക. മൂന്നാമത്തെ ദിവസം എന്നോട് കർത്താവ് പറയുന്നത് 14 ദിവസം കൊണ്ട് നടക്കേണ്ടുന്ന വിഷയം മൂന്നാമത്തെ ദിവസം നടക്കാൻ പോവുക. 14 ദിവസം കൊണ്ട് നടന്നു കിട്ടുന്ന വിഷയം ഒരു സുവിശേഷത്തിൽ പറയുന്നത് അവരെത്തേണ്ടുന്ന സ്ഥലത്ത് പെട്ടെന്നെത്തി. എന്നോട് കർത്താവ് പറയുന്നു 14 ദിവസം എടുക്കേണ്ട കാര്യം 3 ദിവസം കൊണ്ട് എന്റെ പ്രാപ്തിയിലെത്താൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ആ കുടുംബം ഈ മിനിസ്ട്രിക്ക് ഒരു വലിയ അനുഗ്രഹമായിട്ട് ചേർത്ത് പിടിച്ചോ. പ്രിയാഭിഷിക്തയെ ദൈവത്തിൽ ആത്മാ പറയുന്നു, ഈ ഫാസ്റ്റിംഗ് പ്രയർ കഴിയുമ്പോണ്ടല്ലോ ഇതിന്റെ അകത്ത് ചില കുടുംബങ്ങൾ ഒരു വലിയ നന്മയായി തീരും. വലിയ നന്മയാ തീരും. അത് സഭയുടെ ചില വിഷയങ്ങൾക്ക്, സഭയുടെ ചില ആവശ്യങ്ങൾക്ക് ഒരു വലിയ മുതൽക്കൂട്ടായി തീരും. പ്രിയാഭിഷിക്ത ഇന്ന് പ്രഭാതത്തിൽ ഞാൻ കർത്താവിൽ ബലപ്പെട്ട് ദൂത് കൈമാറുക കേട്ടോ. ഒരു ഓഡിറ്റോറിയം അത് ഉപയോഗിക്കാതെ കിടക്കുന്നു. സ്മാരാധാമാനം നിങ്ങളത് ലീസിനെടുക്കും. വീട്ടിലാണോ തുടങ്ങിയേക്കുന്നത്? വീട്ടിലാണോ ആരാധന തുടങ്ങിയേക്കുന്നത്? ഒരു ഓഡിറ്റോറിയം എന്നെ കാണിക്കുന്നു. നിങ്ങളത് ലീസിനെടുക്കും. ലീസിനെടുത്ത് 5-ാം മാസമാകുമ്പോൾ നിങ്ങളത് വിലക്ക് നിങ്ങളത് എടുക്കും, നിങ്ങളത് വാങ്ങും. യെസ്, യേശുവിന്റെ നാമത്തിൽ. ജബല ഹത്തുന റമന റഗഷ്മന റബൽ ഖട റമനഗസിയ അർത്ഥ ലഗൽ പ്രമാനഗസിയ ധർഖ നമാഷിയ റബേലെ ദഖരെ ദിയാസിയ അന്തന പാർക്കിംഗ് സൗകര്യം പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. അതൊക്കെ നിങ്ങളത് അല്പം മോഡിഫൈ ചെയ്യും. കേട്ടോ. അതിനുവേണ്ടി ദൈവം ഈ ഗ്രൂപ്പിനെ ഒന്ന് ഇളക്കാൻ പോവാ. ഈ ഗ്രൂപ്പിനെ ഒന്ന് ഇളക്കി അനുഗ്രഹിക്കാൻ പോകുക. അച്ചല്ല റമന ഷമന ഘടകസിയ ഇപ്പോൾ ഇതിനകത്ത് ജോയിൻ ചെയ്യാത്ത 4 പേരുണ്ട്. ആ 4 പേരെ ദൈവം അങ്ങോട്ട് പുഷ്ടിപ്പെടുത്തി
വെളിപ്പെടുത്താൻ പോകുക. ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ ദിവസം ഞാൻ ഇങ്ങനെ ദൂതും കൂടി കൈമാറി ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാകുന്നു. സ്തോത്രം. അവൻ പ്രാർത്ഥിക്കുന്നവൻ തേജസ് കാണും. തേജസ് കണ്ടവരുണ്ടോ ദേശം വിടിവിക്കപ്പെടും. എന്നോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, ആമിസ് 2026 കഴിയുമ്പോ 2027 സ്തോത്രം ഞാൻ ആ ഓഡിറ്റോറിയത്തിൽ വന്ന് ശുശ്രൂഷിക്കും. നമ്മൾ ലൈവിൽ കാണാം. എന്നോട് കർത്താവ് പറഞ്ഞു ലൈവിൽ കാണാൻ പോകുക. ഞാൻ ഇവിടെ ഒരു ദൈവദാസനോട് പറഞ്ഞു, സ്തോത്രം, ആമേൻ ആമേൻ, സ്തോത്രം, നിങ്ങളുടെ ഇടയിൽ ഒരു ശുശ്രൂഷയുണ്ട്, പക്ഷേ അത് ഇപ്പോഴല്ല. ആമേ കഴിഞ്ഞ ദിവസം ആ ദൈവദാസനോട് പറഞ്ഞു, പാസ്റ്ററെ വന്നോളൂ. ആമേ, സ്തോത്രം, എല്ലാം സെറ്റപ്പ് ആയെന്ന് ഒരു അടയാളം കൊടുത്തു. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാവിലെ കർത്താവ് എന്നോട് കാണിക്കുന്നത് ആ ഓഡിറ്റോറിയമിൽ ആ ചർച്ചിൽ ആമേ, സ്തോത്രം, വന്ന് ശുശ്രൂഷിക്കും. അത് എന്നോട് കർത്താവ് പറയുന്നത്, ആമേ സ്തോത്രം, ആമേ സ്തോത്രം, ഇതുപോലെ ആമേ സ്തോത്രം 10 days ഒരു കോൺഫറൻസ് ആണ്. 10 days 10 ദിവസത്തെ കോൺഫറൻസ്. ദൈവ അഭിഷിക്തന്മാരെ തരും കേട്ടോ. ദേശത്തു നിന്നും വിദേശത്തു നിന്നും ദൈവ അഭിഷിക്തന്മാരെ തരും. ട്രാൻസ്ലേഷന് വേണ്ടി ആൾക്കാരെ ഒരുക്കിക്കോ. ആമേ സ്തോത്രം. എന്നോട് തമിഴിൽ പറയുന്ന, തമിഴിലാണ് സംസാരിക്കുന്നത്, പക്ഷെ അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന അത് ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ, ആമേ സ്തോത്രം, ഒരുങ്ങിക്കൊള്ളുവാൻ, ഒരുക്കി നിർത്തുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആവശ്യപ്പെടുന്നു. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. ഇന്ന് പകൽ എത്ര പേര് ആഗ്രഹിക്കുന്നു, ഞാൻ മഹത്വം കാണും, ഞാൻ തേജസ് കാണും, ഞാൻ തേജസ് കാണുമ്പോൾ എന്റെ കൂടെയുള്ളവർക്ക് വിടുതല, ഞാൻ തേജസ് ധരിക്കുമ്പോൾ ആമേ സ്തോത്രം, ഹല്ലേലൂയ, ഞാനൊരു അധികാരിയാ, അത് എന്റെ കാൽ കീഴാകുകയാണ്. അർത്ഥാരാപാന വിഷയങ്ങളെ കാൽ കീഴാകുകയാണ്. കുടുംബങ്ങൾക്കകത്ത് ദൈവത്തിന്റെ തേജസ് വ്യാപരിക്കുകയാണ്. ചില ഭവനങ്ങളിൽ തന്നെ ദൈവത്തിന്റെ തേജസ് വ്യാപരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഞാൻ നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയട്ടെ, സ്തോത്രം. ഞാൻ 5 മണിക്ക് ഇവിടുത്തെ 5 മണിക്ക് ഞാൻ എഴുന്നേറ്റു. 4:45 ആയപ്പോൾ ഞാൻ കണ്ണ് തുറന്നു. പക്ഷെ എനിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ രാവിലെ അർദ്ധരാത്രി 1 മണിക്ക് ഞാൻ എഴുന്നേറ്റ ജോലിക്ക് പോകാൻ. സ്തോത്രം. അർദ്ധരാത്രി 1 മണിക്ക്. സ്തോത്രം. ഇന്നൊരു ടൈറ്റ് ആയിരുന്നു വർക്ക്. സ്തോത്രം, ഹല്ലേലൂയ. എഴുന്നേക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ എഴുന്നേക്കുമ്പോൾ ഞാൻ അതുപോലെ വീഴുക. സ്തോത്രം. എഴുന്നേക്കുമ്പോൾ തല ഇങ്ങനെ കിടന്ന വട്ടം കറങ്ങിയ. സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെ എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. സ്തോത്രം. അതാ ഞാൻ ആന്റിയോട് പറഞ്ഞത്, ഞാൻ 5:30 ജോയിൻ ചെയ്യൽ തോന്നുന്നു. പക്ഷെ 4:45 എഴുന്നേക്കാൻ പറ്റുന്നില്ല. വീണ്ടും കണ്ണൊക്കെ അങ്ങ് വല്ലാതാകുന്നു. ആമേ സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഉടനെ ഒരു ദൈവശബ്ദം കേട്ടു. 5 മണിയായപ്പോൾ 5 അങ്ങോട്ടായപ്പോൾ ഞാൻ ദൈവശബ്ദം കേട്ടു, എഴുന്നേൽക്കുക. സ്തോത്രം. എന്റെ തോളത്ത് കർത്താവ് പിടിച്ചങ്ങ് എഴുന്നേൽപ്പിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. നീ എഴുന്നേക്കാൻ പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. ചാടി എഴുന്നേറ്റു. 20 മിനിറ്റ്സ് ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. സ്തോത്രം. എനിക്കറിയാം, ബീനാരി അജയങ്ങളൊക്കെ ശക്തമായി പ്രാർത്ഥിക്കുക. സ്തോത്രം. അല്ലെ മാത്രമല്ല, ഇന്നത്തെ മീറ്റിങ്ങിനോട് എനിക്ക് വേണ്ടി ഇതിൻ്റെ അകത്ത് എന്നെ അറിയാവുന്ന, സ്തോത്രം, പേഴ്സണലി അല്ലാതെ എന്നെ അറിയാവുന്ന ആമേ സ്തോത്രം 5-6 പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സ്തോത്രം. അല്ലെങ്കിൽ ആ പ്രാർത്ഥനയുടെ ഫലം നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു ഈ ദിവസങ്ങളിൽ മീറ്റിങ്ങിന് വേണ്ടി. അതിനൊരു ഫലമായിട്ടാ ആമേ സ്തോത്രം ഞാൻ ആരോഗ്യത്തോടെ നീങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേ ശക്തിയോടെ നീങ്ങുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ സഹകരണത്തിന് നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു. സ്തോത്രം, ഹല്ലേലൂയ. ഈ വർഷത്തിൽ നമ്മൾ ഇനിയും കാണത്തില്ല. അടുത്ത വർഷമേ നമ്മൾ ഇനി കാണത്തുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം, ഈ വർഷത്തിലെ ഈ വർഷം തീരുന്നതിന് മുൻപുള്ള എല്ലാ ബ്ലെസ്സിങ്സും, സ്തോത്രം, ഹല്ലേലൂയ. ആരും പുതുവർഷത്തിൽ കിട്ടും, പുതുവർഷത്തിൽ കർത്താവ് തരും. പക്ഷെ ഈ മാസം തീരുന്നതിന് മുൻപ് കൈ കൊട്ടിപ്പാടത്തക്ക രീതിയിൽ, സ്തോത്രം, ഞാൻ ദൂതൊക്കെ ക്ലോസ് ചെയ്യാനായിരുന്നത്. ആമേ സ്തോത്രം. ബീന സിസ്റ്റർ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, സ്തോത്രം, 5 സ്തോത്ര പ്രാർത്ഥനകളുണ്ട് ഈ
ഈ ഡിസംബർ ആമേൻ സ്തോത്രം ആമേൻ അവസാനിക്കുന്നതിന് മുൻപ് ആമേൻ സ്തോത്രം ധൃതി പിടിച്ച് 5 സ്തോത്ര പ്രാർത്ഥനയുണ്ട്. താങ്ക്സ് ഗിവിംഗ് പ്രയർ എന്നാ പറയുന്നത്. അത് ചില വിടുതലേ കേട്ടോ. സ്തോത്രം. പെട്ടെന്ന് ചില ഭവനങ്ങളിൽ താങ്ക്സ് ഗിവിംഗിന്റെ പ്രാർത്ഥന കർത്താവിനെ കാണിക്കുന്നു. ബ്ലെസ്സിങ് ആമേ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, വർദ്ധിപ്പിക്കട്ടെ. ആമേ സുഖമായിട്ട് ശുഭമായിരിക്കട്ടെ. ക്രിസ്തുവിന്റെ വരുവനായിട്ട് ഒരുങ്ങട്ടെ. ഒരിക്കൽ കൂടി പ്രിയ ആന്റിയോട് നന്ദിയെ പറയുന്നു. സമയം അധികം പോയെന്ന് എനിക്കറിയാം, എങ്കിലും ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.